പ്രവൃത്തികളിൽ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തികളെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എന്ന് എൻ്റെ ഇൻട്രഡക്ഷൻ കാര്യങ്ങൾ ആദ്യ ഭാഗങ്ങളൊക്കെ ഞാൻ കൃത്യമായിട്ട് ദീർഘമായിട്ട് കഴിഞ്ഞ ഒരു 6-7 ക്ലാസ്സുകളിലൂടെ ഞാൻ പറഞ്ഞതാണ്. അത് അങ്ങനെ നമ്മളൊന്ന് അനലൈസ് ചെയ്യാനുള്ളൊരു കാരണം, 1-ാം നൂറ്റാണ്ടിലെ സഭയിൽ പരിശുദ്ധാത്മാവ് എങ്ങനെ പ്രവർത്തിച്ചു എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ പരിശുദ്ധാത്മാവിന് മാറ്റമില്ല, ദൈവത്തിന് മാറ്റമില്ല, പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തിനും മാറ്റമില്ലാത്തത് കൊണ്ട് ഇന്നത്തെ സഭയിലും പരിശുദ്ധാത്മാവ് അങ്ങനെ തന്നെ ആയിരിക്കും പ്രവർത്തിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾക്കറിയാം, മറ്റുള്ള ക്രൈസ്തവ സഭകളെക്കാൾ കൂടുതൽ പരിശുദ്ധാത്മാവിന് പ്രാധാന്യം കൊടുക്കുന്ന സഭയാണ് പെന്തക്കോസ്ത് സഭകൾ. ഏതാണല്ലോ പെന്തക്കോസ്തിന്റെ അടിസ്ഥാനപരമായി തന്നെ നമുക്കുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. പെന്തക്കോസ്തിന്റെ അടിസ്ഥാനം അതല്ല, പെന്തക്കോസ്ത് സഭകളുടെ അടിസ്ഥാനപരമായ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് നമ്മൾ വി ഗിവ് മോർ ഇമ്പോർട്ടൻസ് ടു ദ വർക്ക് ഓഫ് ദ ഹോളി സ്പിരിറ്റ്, എസ്പെഷ്യലി ദ മാനിഫെസ്റ്റേഷൻസ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിന്റെ ഈ മാനിഫെസ്റ്റേഷനുകൾ ഭാഷ അടയാളത്തോടെ മറ്റ് കൃപാവരങ്ങളോടെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങൾ പ്രകടമാകുന്ന നിലയിൽ സഭയിൽ അനുഭവിക്കുന്നത് നമ്മൾ ആണ് അതിന് പ്രാധാന്യം കൊടുക്കുന്നത്. ഒരുപക്ഷെങ്കിൽ അത് നല്ല ഒരു കാര്യമാണെങ്കിൽ പോലും ഇന്നത്തെ നിലയിൽ വന്നപ്പോൾ അത് ഒത്തിരി അപകടകരമായ ഒരു കാര്യമായി എന്ന് പറയുന്നത് ശരി. ഞാൻ അങ്ങനെ പറഞ്ഞാൽ അത് തെറ്റാകത്തില്ല. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ ഒരു ശരാശരി പെന്തക്കോസ്ത് സഭയിലേക്ക് നോക്കിയാൽ കർത്താവിന് അവിടെ പ്രാധാന്യമില്ല, ഉപദേശങ്ങൾക്ക് അവിടെ പ്രാധാന്യമില്ല, ക്രിസ്തീയ ജീവിതത്തിന് പ്രാധാന്യമില്ല. നമ്മുടെ എല്ലാ കാര്യങ്ങളിലും എന്തോ മതി, ഒരു ആത്മാവ് മതി എന്നുള്ളൊരു നിലയിലേക്ക് നമ്മൾ ഒരു ഉപരിപ്ലവമായ ഒരു സൂപ്പർഫിഷ്യലായ ചിന്തയിലേക്ക് നമ്മൾ പോയിട്ടുണ്ട്. ഏനോ അപ്പൊ പരിശുദ്ധാത്മാവിനെ സംബന്ധിച്ച് നമ്മൾ പറയുമ്പോൾ ആത്മാവിന്റെ ശുശ്രൂഷ, മിനിസ്ട്രി ഓഫ് ദ ഹോളി സ്പിരിറ്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. പരിശുദ്ധാത്മാവ് തന്നത് തന്നെ എന്തിനു വേണ്ടിയാണ് എന്ന് കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം, ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല. അപ്പൊ കർത്താവിന് പകരം കർത്താവ് നമ്മോട് കൂടെ ഇരിക്കേണ്ടതിന് അയച്ചതാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. 20 നൂറ്റാണ്ട് മുമ്പ് നമ്മുടെ കർത്താവ് ഈ ഭൂമിയിൽ സഞ്ചരിച്ചപ്പോൾ ശിഷ്യന്മാർ അവരോട് കൂടെ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ശിഷ്യന്മാർക്ക് കർത്താവിനോട് കൂടെ ഉണ്ടായിരുന്നു. കർത്താവിന്റെ ക്രൂശീകരണവും കർത്താവിന്റെ ഐഹിക ജീവിതത്തിന്റെ അവസാന ദിവസങ്ങളിലേക്ക് അടുത്തു വന്നപ്പോൾ ശിഷ്യന്മാരുടെ മനസ്സ് ധാരാളം ചോദ്യങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയായിരുന്നു. ഒത്തിരി ഹെവി ആയിരുന്നു, ബേർഡൻഡ് ആയിരുന്നു, അല്ലെ? 14-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ കർത്താവ് പറയാം, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ എന്ന് കർത്താവ് പറഞ്ഞിട്ട് ഞാൻ പോകുന്നതിലേക്ക് കർത്താവ് പറഞ്ഞു, ഞാൻ പോയാൽ ഞാൻ തിരിച്ചു വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളൂ എന്ന് കർത്താവ് പറഞ്ഞു. ആ ഡിസ്കഷൻ അല്ലെങ്കിൽ ആ ഒരു ഡിസ്കോഴ്സ്, കർത്താവിന്റെ ആ ഒരു സംഭാഷണം ഇങ്ങനെ നീണ്ടുപോകുമ്പോഴാണ് 14, 15, 16-ാം അധ്യായത്തിലാണ് കർത്താവ് പരിശുദ്ധാത്മാവിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കുന്നത്. അവിടെ കർത്താവ് പറഞ്ഞു, എപ്പോഴും നിങ്ങളോടുകൂടെ ഇരിക്കേണ്ടതിന് ഞാൻ പിതാവിനോട് വാങ്ങി പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് നൽകിത്തരും എന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മാവ് എന്നുള്ളത് അവർ കേട്ടിട്ടുണ്ട്. എല്ലാ യഹൂദന്മാർക്കും അറിയാവുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. കാരണം എന്നാ, പഴയ നിയമത്തിൽ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങൾ വളരെ ശക്തമായിട്ടുണ്ട്. എസെക്കിയേലിന്റെ പ്രവചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്, യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, പെന്റാറ്റ്യൂക്ക് മോശയുടെ പുസ്തകങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. ദീർഘമായിട്ട് കാണുന്നില്ലെങ്കിലും പരിശുദ്ധാത്മാവ് പലരും ഉപയോഗിക്കുന്നത്. ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ കാണുന്നപ്പോൾ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച്, അല്ലെ പരിശുദ്ധാത്മാവിനെ കുറിച്ച്, പ്രവർത്തനങ്ങളല്ല, പരിശുദ്ധാത്മാവിനെ കുറിച്ച് അവർക്ക് തീർത്തറിവില്ലാഴികയില്ല. അവർ ഈ പരിശുദ്ധാത്മാവ് എന്ന പേരോ അല്ലെങ്കിൽ ആ നിലയിൽ പുതിയ നിയമം വ്യക്തമാക്കുന്നത് പോലെ അവർക്കറിയില്ലെന്നേ ഉള്ളൂ. അവരെന്ന് വിളിച്ചുകൊണ്ടിരുന്ന പേര് ദൈവത്തിന്റെ ആത്മാവെന്ന്. ദൈവത്തിന്റെ ആത്മാവ് അങ്ങനെയാ പഴയ നിയമത്തിൽ നമ്മൾ കാണുന്നത്. അപ്പം എൻ്റെ ആത്മാവ് എന്ന് ദൈവം പറയുന്നു, ദൈവത്തിന്റെ ആത്മാവ്. അപ്പൊ അങ്ങനെയൊക്കെ സംസാരിച്ചുകൊണ്ടിരുന്നാൽ പരിശുദ്ധാത്മാവ് എന്നൊരു നാമം അല്ലെ ആ ഒരു പേര്, അത് പുതിയ നിയമത്തിന്റെ മാത്രം ഒരു സംഭാവന എന്ന് വേണമെങ്കിൽ പറയാം. പഴയ നിയമത്തിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, അല്ല എന്നല്ല, എന്നാൽ അത് കൃത്യമല്ല. അപ്പം കർത്താവ് പറഞ്ഞു, നിങ്ങൾ എന്നോട് കേട്ട വാഗ്ദത്തത്തിന് വേണ്ടി യെരൂശലേമിൽ നിന്നും വാങ്ങിപ്പോകാതെ കാത്തിരിക്കണം. കർത്താവ് പറഞ്ഞു, നിങ്ങൾക്ക് പരിശുദ്ധാത്മാവ്, യോഹന്നാൻ നിങ്ങളെ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിച്ചു, ഞാനോ ഏറിയ നാൾ കഴിയുന്നതിന് മുൻപ് പരിശുദ്ധാത്മാവ് കൊണ്ട് നിങ്ങളെ സ്നാനം കഴിപ്പിക്കും.
യോഹന്നാൻ തന്നെ കർത്താവിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു, ഞാൻ നിങ്ങളെ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിക്കുന്നു, എന്റെ പിന്നാലെ വരുന്നവൻ പരിശുദ്ധാത്മാവ് കൊണ്ടും അഗ്നി കൊണ്ട് നിങ്ങൾക്ക് സ്നാനം തരും എന്നൊക്കെ പറഞ്ഞു. പക്ഷെ വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ, എന്താണ് അവർക്ക് സംഭവിക്കാൻ പോകുന്നത്, എങ്ങനെയാണ് അവർ പ്രാപിക്കുന്നത് അവർക്ക് മനസ്സിലായില്ല. പക്ഷേ കർത്താവ് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് 40-ാമത്തെ ദിവസം സ്വർഗാരോഹണം ചെയ്തതിന് ശേഷം അവർ യെരൂശലേമിൽ കാത്തിരിക്കുകയാണ്. വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ ദേ ഡു നോട്ട് നോ. കർത്താവ് പറഞ്ഞ വാഗ്ദത്തം മാത്രമേ അവർക്കുള്ളൂ, നിങ്ങൾ കാത്തിരിക്കണം, അല്ലെ, ശക്തി ധരിക്കുവോളം നിങ്ങൾ കാത്തിരിക്കണം, അതിനുശേഷം മാത്രമേ എൻ്റെ സാക്ഷികളാകുവാൻ നിങ്ങൾ പോകാവൂ. 50-ാമത്തെ ദിവസം, അതായത് കർത്താവ് സ്വർഗാരോഹണം ചെയ്തിട്ട് 10 ദിവസം കൂടെ കഴിയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായത്തിൽ ഒരു കൊടിയ കാറ്റ് അടിക്കുന്നത് പോലെ, അല്ലെ, അവർ ശബ്ദം കേട്ടു, അത് അവരിരുന്നിരുന്ന മുറി നിറച്ചു, പിന്നെ അഗ്നിജ്വാല പോലെ പിളർന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി, അത് അവരിൽ ഓരോരുത്തരുടെ മേലും പതിഞ്ഞു, അവർ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു, ആത്മാവ് അവർക്ക് നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിപ്പാൻ തുടങ്ങി, അല്ലെ, അവർ അന്യഭാഷകളിൽ സംസാരിച്ച് പരിശുദ്ധാത്മാവ് അവർ നിറഞ്ഞു. മാത്രമല്ല പരിശുദ്ധ അന്യഭാഷകളിൽ സംസാരിക്കുക മാത്രമല്ല, അവിടെ കൂടി വന്നിരുന്ന ധാരാളം ആളുകൾ, പെന്തക്കോസ്ത് പെരുന്നാളുമായി ബന്ധപ്പെട്ട് കൂടി വന്നിരുന്ന ആളുകൾ, 12-ലധികം ഭാഷക്കാരായ ആളുകൾ, ഇപ്പൊ 120 പേരാ സംസാരിക്കുന്നത്. ആ നിരവധി ആളുകൾ, എല്ലാവരും യഹൂദന്മാരാണെന്ന് ഓർക്കണം. ഒരു പക്ഷേ പ്രോസലൈറ്റ് ആയ എന്ന് പറഞ്ഞാൽ യഹൂദ മതത്തോട് കൂടുതൽ താല്പര്യമുള്ള ജാതികളിൽ നിന്ന് വരുന്ന ആളുകളുണ്ട്. അവർ കുറച്ച് പേരൊക്കെ കാണും. അവരെല്ലാം വന്ന് ആ മാളിക മുറിക്കും ചുറ്റും വന്ന് കൂടുമ്പോൾ അവർ കാണുന്നത് എന്താ? ഇവരെല്ലാം അവര് എല്ലാം ഗലീലക്കാരാണ്, പക്ഷേ താന്താങ്ങൾ ജനിച്ചു വളർന്ന ആ ഭാഷയിൽ, അല്ലെ, ദൈവത്തിന്റെ വൻകാര്യങ്ങൾ അവര് പ്രസ്താവിക്കുന്നത് കേൾക്കുകയാണ്. ഞാൻ കഴിഞ്ഞ ചില ആഴ്ചകൾക്ക് മുമ്പ് അത് വിശദീകരിച്ചു. വാട്ട് വാസ് ദ മിറക്കിൾ ഡേ? അവിടുത്തെ മിറക്കിൾ എന്തുവാ? അവര് സംസാരിച്ചതാണോ മിറക്കിള്, ഇവര് കേട്ടതാണോ മിറക്കിള്? ഇവര് കേട്ടതല്ല മിറക്കിള്. 3 പറഞ്ഞിട്ടുണ്ടോ 2-ാം അധ്യായത്തില്? അവർ സംസാരിച്ചു, അതവര് കേട്ടു. അപ്പോൾ എന്താ സംസാരിച്ചത്? ഈ ജനിച്ചു വളർന്ന എല്ലാവരും യഹൂദന്മാർ ആരാണെന്ന് ഓർക്കണം. എന്ന് പറഞ്ഞാൽ നമുക്കത് പെട്ടെന്ന് മനസ്സിലാകും. നമ്മൾ ബോംബെ ജീവിക്കുന്ന നമ്മുടെ പിള്ളേർക്ക് കൂടുതലും ഹിന്ദിയാണ് അറിയാവുന്നത്. അവർ നാട്ടിൽ ചെന്നാലും പറയുന്നത് എന്തുവാ? ഹിന്ദിയാണ്. ഇപ്പൊ ആരെങ്കിലും സംസാരിച്ചാൽ അത് അവർക്ക് പെട്ടെന്ന് മനസ്സിലാകും. അവർ ജനിച്ചു വളർന്ന ഭാഷ, അവർക്ക് ഏറ്റവും കൂടുതൽ ഫ്ലുവന്റ് ആയ ലാംഗ്വേജ്, ദ സെയിം വേ ഇറ്റ് ഈസ് ഹാപ്പനിങ് ദേർ. അപ്പോൾ അങ്ങനെയാണ് അവർ സംസാരിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്, അല്ലെങ്കിൽ അവർക്കത് മനസ്സിലാകും. അങ്ങനെ പരിശുദ്ധാത്മാവിനാൽ അവർ നിറഞ്ഞു. അങ്ങനെ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു എന്ന് പറയുമ്പോൾ 1-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, കർത്താവ് പറഞ്ഞത് എന്താ? നിങ്ങൾക്ക് ആത്മസ്നാനം ലഭിക്കുമെന്നാണ് പറഞ്ഞത്. പരിശുദ്ധാത്മാവ് കൊണ്ട് നിങ്ങൾക്ക് സ്നാനം ലഭിക്കും. പക്ഷേ ഈ 2-ാം അധ്യായത്തിൽ ആത്മസ്നാനം എന്നൊരു വാക്ക് വായിക്കുന്നില്ല. അവിടെ നമ്മൾ വായിക്കുന്നത് എന്താ? ആത്മാവ് അവരെ നിറച്ചു, ആത്മാവ് അവരുടെ മേൽ പകർന്നു, ആത്മാവ് അവരുടെ മേൽ വന്നു എന്നൊക്കെയാണ് നമ്മൾ വായിക്കുന്നത്. ഞാൻ പറഞ്ഞു, ഓർക്കുന്നുണ്ടായിരിക്കും, കഴിഞ്ഞ ക്ലാസ്സുകളൊക്കെ പലരും ഇല്ലാത്തതുകൊണ്ട് ലേഖനങ്ങളിൽ ഒരിടത്തും നമ്മൾ എന്ത് വായിക്കുന്നില്ല? ആത്മസ്നാനം എന്നൊരു പദം വായിക്കുന്നില്ല. പിന്നെ എന്ത് വായിക്കുന്നുണ്ട്? ആത്മനിറവ് വായിക്കുന്നുണ്ട്, ആത്മാവ് വന്നത് വായിക്കുന്നുണ്ട്. അപ്പം ആ വാക്കുകളൊക്കെ സിനോണിമസ് എന്ന് പറഞ്ഞ പര്യായ പദങ്ങളാണ്. പക്ഷേ നമ്മൾ വീണ്ടും ഈ അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം വായിക്കുമ്പോൾ ഒരിക്കൽ അവർ നിറഞ്ഞെങ്കിലും വീണ്ടും അവർ ആത്മാവിൽ നിറയുന്നത് വായിക്കുന്നുണ്ട്. അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 4-ാം അധ്യായത്തിൽ 8-ാം വാക്യത്തിൽ 10, 11, 12 വാക്യങ്ങളിലൊക്കെ പത്രോസ് വീണ്ടും ആത്മാവിൽ നിറയുന്നു. 4-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിൽ പത്രോസ് മാത്രമല്ല, അവരെല്ലാവരും വീണ്ടും പരിശുദ്ധാത്മാവില് നിറയുന്നുണ്ട്. അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 9-ാം അധ്യായത്തിൽ പൗലൂസിന്റെ ശൗലിന്റെ മാനസാന്തരം കാണുന്നു. അവിടെ അനന്യാസോദരനോട് സംസാരിക്കുമ്പോൾ നീ പരിശുദ്ധാത്മ പൂർണ്ണനാകേണ്ടതിന് പാപങ്ങൾ കഴുകിക്കണം, സ്നാനം എടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവൻ അത് ചെയ്തു. അപ്പൊ അതിനാണ് ഈ പരിശുദ്ധാത്മ പൂർണ്ണനായി. പക്ഷെ 13-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ വീണ്ടും പൗലോസ് ആത്മാവിൽ നിറയുന്നുണ്ട്. അത് ആത്മാവിൽ നിറയുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം പൗലോസ് വീണ്ടും അന്യഭാഷ സംസാരിച്ചു വന്നു,
സംസാരിച്ചിട്ടുണ്ടാകാം. പക്ഷെ അതല്ല ഇവിടെ വ്യക്തം. അവിടുത്തെ ഒരു പ്രത്യേക ക്രൈസിസിന് വേണ്ടി ഈ ഞാൻ പറഞ്ഞ വാക്യങ്ങളൊക്കെ അപ്പോസ്തല പ്രവൃത്തികൾ 4-ാം അധ്യായത്തിൽ അവർ ആദ്യത്തെ പെർസിക്യൂഷൻ അനുഭവിച്ചിട്ട് തിരിച്ചു വന്നിരിക്കുകയാണ്. അങ്ങനെ ആദ്യത്തെ പീഡനം അനുഭവിച്ചെടുത്ത് തിരിച്ചു വന്നിരിക്കുമ്പോഴാണ് അവർ ഒരുമിച്ച് കൂടി ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോഴാണ് അവരെല്ലാവരും പരിശുദ്ധാത്മാവിൽ വീണ്ടും നിറയുന്നത്. മനസ്സിലായില്ലേ? എന്ന് പറഞ്ഞാൽ ചില ക്രൈസിസുകളുടെ നടുവിൽ വീണ്ടും ദൈവാത്മാവ് അവരെ നിറയ്ക്കുന്നത് നിങ്ങൾക്ക് വായിക്കാൻ കഴിയുന്നുണ്ട്. ഇനി പരിശുദ്ധാത്മാവിന്റെ ശുശ്രൂഷ ഇനി അവിടെ 2-ാം അധ്യായത്തിൽ ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കുകയാണ്. ആദ്യം സംബന്ധിച്ചവര് ക്ഷമിക്കുക. ഇവര് അന്യഭാഷകളിൽ സംസാരിച്ചു. കൂടി വന്നവർക്ക് മനസ്സിലായി. എന്താ മനസ്സിലായത്? ഈ സംസാരിച്ചത് ആരാ? സംസാരിച്ചത് ദൈവത്തിന്റെ വൻകാര്യങ്ങൾ അവർ സംസാരിച്ചത്. പക്ഷെ ഈ ദൈവത്തിന്റെ വൻകാര്യങ്ങൾ സംസാരിച്ചിട്ട് ആരെങ്കിലും മാനസാന്തരപ്പെട്ടോ? അവർ ആശ്ചര്യപ്പെട്ടു, അവർ ചഞ്ചലിച്ചു, ഇതെന്താകുമെന്ന് അവർ വിചാരിച്ചു എന്നൊക്കെ അവിടെ വായിക്കുന്നുണ്ട്. പക്ഷെ ആർക്കും പാപത്തെക്കുറിച്ചോ നീതിയെക്കുറിച്ചോ വരുവാനുള്ള ന്യായവിധിയെ കുറിച്ചോ അവർക്ക് ആർക്കും ബോധ്യം ഉണ്ടായില്ല. അത് ആരുടെ പണിയാണ്? പരിശുദ്ധാത്മാവിന്റെ പണിയാണ്. പരിശുദ്ധാത്മാവ് വരുമ്പോഴാണ് എന്താ സംഭവിക്കുന്നത്? അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും വരുവാനുള്ള ന്യായവിധിയെക്കുറിച്ചും നിങ്ങൾക്ക് ബോധ്യപ്പെടുത്തും. പക്ഷെ ഇപ്പോൾ ആരുടെ മേലെ പരിശുദ്ധാത്മാവ് വന്നിരിക്കുന്നത്? ഈ കൂടിയിരുന്ന 120 പേരുടെ മേല. അവരെല്ലാവരും അന്യഭാഷകൾ സംസാരിക്കാൻ തുടങ്ങി. അന്യഭാഷയിൽ അവരെന്താ സംസാരിച്ചത്? അവർക്ക് മനസ്സിലായില്ല, അവർക്കത് മനസ്സിലായില്ല. പക്ഷെ കേട്ടവർക്ക് മനസ്സിലായി. അവർ ദൈവത്തിന്റെ വൻകാര്യം എന്ന് പറഞ്ഞാൽ അവർ ദൈവത്തെ സ്തുതിക്കുകയാണ്, ദൈവത്തെ ആരാധിക്കുകയാണ്. അന്യഭാഷയ്ക്ക് അങ്ങനെ ഒരു തലമുണ്ട്. പക്ഷെ അത് മാത്രമല്ല, അത് നമ്മൾ 1 കൊരിന്ത്യർ 12-ാം അധ്യായത്തിലേക്കൊക്കെ പോകുമ്പോൾ നമുക്കത് കൂടുതൽ മനസ്സിലാക്കാനായിട്ട് കഴിയും. എന്നാൽ മറ്റുള്ളവർ കേട്ടപ്പോൾ ദൈവത്തിന്റെ വൻകാര്യങ്ങൾ അവർ പ്രസ്താവിക്കുന്നു. പക്ഷേ ആ ദൈവത്തിന്റെ വൻകാര്യങ്ങൾ അവർ സംസാരിക്കുന്നത് കേട്ടിട്ടും ആ കൂടി വന്ന ആൾക്കാർക്ക് ആർക്കും പാപബോധം ഉണ്ടായില്ല. അപ്പൊ നമ്മൾ വായിക്കുന്നത് എന്താ? പത്രോസ് അവരുടെ നടുവിൽ മറ്റു അപ്പോസ്തലന്മാരോടുകൂടി എഴുന്നേറ്റ് നിന്നിട്ട് പറയാണ്, നിങ്ങൾ ഈ കേൾക്കുന്നത് എന്തെന്ന് ആരെന്ന് പറഞ്ഞുകൊണ്ട് ദിസ് ഈസ് ദാറ്റ്, ഇത് യോവേൽ പ്രവാചകൻ പറഞ്ഞ കാര്യമാണ് എന്ന് പറഞ്ഞ യോവേൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായത്തിലെ വാക്യങ്ങൾ എടുത്തിട്ട് പറയുകയാണ്, അന്ത്യകാലത്ത് ഞാൻ സകല ജനത്തിന്മേലും എന്റെ ആത്മാവിനെ പകരും. പിന്നെ നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും, അവർ ദർശനങ്ങളെ കാണും. അല്ലെ? വായിച്ചു. പകരും. പിന്നെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങളെ കാണും. നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും. ദാസന്മാരുടെ മേലും കൂടെ ഞാൻ ആ നാളുകളിൽ എന്റെ ആത്മാവിനെ പകരും, അവരും പ്രവചിക്കും എന്ന് പറഞ്ഞ് താഴേക്ക് വായിക്കപ്പോ യോഹന്നാൻ പ്രവചനം 2-ാം അധ്യായത്തിന്റെ 30 മുതലുള്ള വാക്യങ്ങളാണ് പത്രോസ് എടുത്ത് കോട്ട് ചെയ്യുന്നത്. ഇവിടെ പത്രോസിന് പ്രിപ്പയർഡ് മെസ്സേജ് ആണോ പറയുന്നത്? അല്ല. പിന്നെ എങ്ങനെയാണ് പത്രോസ് പറയുന്നത്? ആക്ച്വലി അതൊരു പ്രവചനമാണ്. എന്ന് പറഞ്ഞാൽ ദൈവാത്മാവ് മറ്റൊരു നിലയിൽ ആരെ ഉപയോഗിക്കുക? പത്രോസിനെ ഉപയോഗിക്കുക. മനസ്സിലായില്ലേ? ഈ 120 പേരിൽ പത്രോസും ഉണ്ടായിരുന്നു. പത്രോസും അന്യ ഭാഷയിൽ സംസാരിച്ചു. എല്ലാവരുടെ മേലും ആത്മാവ് പറഞ്ഞു. എല്ലാവരും ആത്മാവിൽ നിറഞ്ഞു. എല്ലാവരും അന്യഭാഷകളിൽ സംസാരിക്കും. അപ്പൊ ആരുമുണ്ട്? പത്രോസുണ്ട്, യോഹന്നാനുണ്ട്, യാക്കോബുണ്ട്, മത്തിയാസ് വരെയുള്ള സകലരുമുണ്ട്. അവരാരും മാറ്റി നിർത്തിയില്ല, എല്ലാവരും പറഞ്ഞു. പക്ഷെ ഇപ്പൊ പത്രോസ് തെറ്റിട്ട് എന്താ ചെയ്യുന്നത്? ദൈവവചനം സംസാരിക്കും. അതും ആരും കൊടുത്തതാണ്, ഒരു പ്രിപ്പയർഡ് മെസ്സേജ് അല്ല. ഇമ്മീഡിയറ്റ് ആയിട്ട് പരിശുദ്ധാത്മാവ് കൊടുക്കുന്ന ഒരു ജ്ഞാനമാണ്. മനസ്സിലായി? പരിശുദ്ധാത്മാവ് കൊടുക്കുന്നൊരു റെവലേഷനാണ്. പരിശുദ്ധാത്മാവ് കൊടുക്കുന്ന സ്പീക്കിംഗ് ദ വേർഡ് ഓഫ് ഗാഡ് സ്ട്രൈറ്റ് ഫോർവേഡ്. ഹി സ്പീക്കിംഗ് ദ വേർഡ് ഓഫ് ഗാഡ്. അത് രൂപത്തിൽ പറഞ്ഞാൽ ഒരു പ്രൊഫറ്റിക്കൽ അട്ടറൻസ് ആണ്. കാരണം യോവേൽ പറഞ്ഞതും പ്രവചനമാണല്ലോ. അതേ പ്രവചന വാക്യങ്ങൾ എടുത്തിട്ട് ആര് സംസാരിക്കുക? പത്രോസ് സംസാരിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ 1-2 കാര്യങ്ങളുണ്ട്. ഈ അവസരത്തിൽ അന്യഭാഷ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പത്രോസ് 12 പേരോടുകൂടെ 11 പേരോടുകൂടെ എഴുന്നേറ്റ് നിന്നപ്പോൾ ബാക്കി 120 പേരും എന്ത് ചെയ്തു? സൈലന്റ് ആണ്. അന്യഭാഷ പറയുന്നത് അവര്, അല്ലെങ്കിൽ അവരോട് അന്യഭാഷ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഈ പറഞ്ഞത് കേൾക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ 1-2 കാര്യങ്ങൾ അവിടെ മനസ്സിലാക്കണം. അതായത്
ഒരു എക്സ്റ്റാറ്റിക് എന്ന് പറഞ്ഞാൽ എൻ്റെ മലയാളം ഒരു നമ്മുടെ ഈ കോമൺ സെൻസ് കഴിഞ്ഞിട്ട് നമ്മളൊരു മറ്റൊരു ട്രാൻസ് സ്റ്റേറ്റിലേക്ക് ചെന്ന് ഒരു അർത്ഥബോധാവസ്ഥയിലോ അല്ലെങ്കിൽ ആ നിലകളിൽ ഇപ്പൊ കാണുന്നുണ്ടല്ലോ, സ്ലേയിങ് ഇൻ ദ സ്പിരിറ്റ്, ആത്മാവിന്റെ വിവശത. ഒരാൾ പ്രസംഗിക്കുക അല്ലെങ്കിൽ ഒരാൾ തൊടുകോ, ബെനിഹിനെ പോലെ ഒരാൾ തൊടുകല്ലേ, നിങ്ങൾ അദ്ദേഹം ബോംബെ വന്നപ്പോ കണ്ടതല്ലേ, ടച്ച് എന്ന് പറഞ്ഞാൽ ഉടനെ ആളുകള്, ഒരാൾ മാത്രമല്ല പലര് താഴെ വീഴുക ചെയ്യുന്നു. നമ്മൾ ഇതിനെയൊക്കെ എതിർക്കുന്നതിന്റെ കാരണം എന്താണ്? അല്ലെങ്കിൽ ഇതിനെ എതിർക്കുന്നുണ്ടോ? ഉണ്ട്, ഞാൻ എതിർക്കുന്നുണ്ട്. അതൊന്നും ദൈവാത്മാവിന്റെ പ്രവർത്തനങ്ങൾ അല്ല. ഇന്നത്തെ പല മോഡേൺ പ്രസംഗകരിലും അവരുടെയൊക്കെ ഇടയിൽ ഈ കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്ന് നമുക്ക് തോന്നുന്നതാണ്. ഒരു വിധത്തിൽ പറഞ്ഞാൽ അതൊക്കെ വളരെ ഓർക്കസ്ട്രേറ്റഡ് ആണ്. എന്ന് പറഞ്ഞാൽ അവരുടെ ആൾക്കാർ തന്നെ വീഴുന്നു, അവരുടെ ആൾക്കാർ വീഴുമ്പോൾ ബാക്കിയുള്ളവരും വന്ന് വീഴുന്നു. നിങ്ങളെല്ലാം ഈ ബോംബെ ജീവിക്കുന്നവരല്ല, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോന്നറിയില്ല, നമ്മൾ ഈ വീട്ടിലൊക്കെ ചെന്നാൽ, വീട്ടിലെ മിക്കവാറും റെയിൽവേ സ്റ്റേഷനിലെല്ലാം ഉണ്ട്, അതിൻ്റെ പരിസരത്ത് ഈ പെർഫ്യൂം വിൽക്കുന്ന ആൾക്കാരുണ്ട് അല്ലേ. ഈ 3 എണ്ണമൊക്കെ ഒരു പാക്കറ്റിനകത്ത് കൊണ്ടുവന്ന് വിൽക്കുന്നത്. ചില ആൾക്കാർ അവിടെ നിന്ന് വീട് മേടിച്ചോണ്ട് പോകുന്നത് കാണാം ഈ വീട്ടിയുടെ പരിസരത്ത് അല്ലേ, ചർച്ച് ഗേറ്റിന് വീട്ടി സ്റ്റേഷൻ്റെ ഒക്കെ പരിസരത്ത്. ഇതെങ്ങനെയാണ് വിൽക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവിടെ തന്നെ ആളുകൾ ആൾക്കാർ വന്ന് വാങ്ങിച്ചോണ്ട് പോകും. അത് കണ്ടിട്ട് ബാക്കിയുള്ളവർ വാങ്ങും. നമ്മളിങ്ങോട്ട് ഈ അറിയാൻ മേലാത്തവർ മേടിച്ചോണ്ട് അങ്ങോട്ട് പോയി കഴിയുമ്പോൾ ഈ ആദ്യം മേടിച്ചോണ്ട് പോയ പുള്ളി ഞാൻ കണ്ണുകൊണ്ട് കണ്ടതാ. ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ട കാര്യമാണ്. കാരണം ഞാൻ കുറേ നാളുകൾ പഠിപ്പിക്കാനായിട്ട് പോയ ആൾക്കാരുന്നു. എനിക്ക് എന്നാ ഡോക്യാർഡ് റോഡിലാണ് പോയത്. അവിടെ ഞാൻ പോകുമ്പോൾ ഞാൻ ഒരു പ്രാവശ്യം തിരിച്ചു പോകാനോ അതോ അങ്ങോട്ട് പോകുമ്പോൾ നിൽക്കുമ്പോൾ ഞാൻ എൻ്റെ കണ്ടുകൊണ്ട് വേണം, ഞാൻ നോക്കപ്പെടുന്ന ഒരു മനുഷ്യൻ വരുന്നു. അവിടെ കുറേ അദ്ദേഹം ഇതെല്ലാം കൂടെ അങ്ങോട്ട് ആദ്യം നിർത്തി അങ്ങോട്ട് വെച്ചു. ആ സമയത്താണ് ഞാൻ ചെല്ലുന്നത്. അപ്പോൾ അതങ്ങോട്ട് നിർത്തി അങ്ങോട്ട് വെച്ചപ്പോഴത്തേനും കുറേ എണ്ണമുണ്ട്. അപ്പോൾ കുറേ ആൾക്കാർ കൂടി ഓരോന്നിന് വില പറയുന്നു. എന്നിട്ട് ബാർഗെയിൻ ചെയ്ത് ഒരുത്തരത് മേടിച്ചോണ്ട് പോകുന്നു. അപ്പോൾ വേറെ കുറച്ച് ആൾക്കാരും കൂടെ വരുന്നു. അദ്ദേഹം മേടിച്ചോണ്ട് പോയി. കഴിഞ്ഞപ്പോഴത്തേന് വേറെ കുറേ ആൾക്കാർ വന്നു, അവർ മേടിച്ച് അവർ പോയി. അത് കഴിഞ്ഞപ്പോഴത്തേന് ഈ ആദ്യം മേടിച്ചോണ്ട് പോയവൻ ഇത് തിരിച്ചു കൊണ്ട് കൊടുത്തേച്ച് അവൻ കൊടുത്ത പൈസ മേടിച്ച് പോക്കറ്റിട്ടുണ്ട് പോകുന്നതാണ്. എനിക്ക് വളരെ രസം തോന്നി. ഓക്കെ. അപ്പോൾ ആളുകളെ വളരെ വിദഗ്ധമായിട്ട് കബളിപ്പിക്കുന്ന ഒരു രീതി, അതാണ് ഈ സ്ലേയിങ്ങിന്റെ സ്പിരിറ്റിലൊക്കെ പലയിടത്തും നടക്കുന്നത്. ഈ പ്രധാന പ്രസംഗകൻ ആൾക്കാരെ മുൻപോട്ട് വരാനും ഒക്കെ പറയുമ്പോൾ അവരുടെ ആൾക്കാരെ തന്നെ ഒരുക്കി നിർത്തിയിരിക്കുന്നവർ മുമ്പോട്ട് ചെല്ലും. അദ്ദേഹത്തിന്റെ ആ കോപ്രായത്തിൽ അവർ വീഴും. അപ്പോൾ ബാക്കി നിൽക്കുന്ന പൊട്ടന്മാരെല്ലാം വീഴും. മറ്റൊരു ചിലപ്പോൾ കാശ് കിട്ടുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടായിരിക്കും. ദിസ് ഈസ് വാട്ട് ഈസ് ഹാപ്പനിങ്. പരിശുദ്ധാത്മാവ് ഒരിക്കലും അത് ചെയ്യത്തില്ല. നമ്മൾ എസെക്കിയേലിന്റെ പുസ്തകത്തിലൊക്കെ വായിക്കുന്നില്ല, അവനെന്നെ നിവർന്ന്, ആത്മാവ് എൻ്റെ മേൽ വന്നു, അവനെന്നെ നിവർന്ന് നിൽക്കുമാറാക്കിയെന്ന്. ആത്മവിവശത എന്നൊന്നും പറയുമ്പോൾ സുബോധം നഷ്ടപ്പെടുകയാണ്. അപ്പൊ ഇവിടെ ഈ 120 പേർക്കും സുബോധം നഷ്ടപ്പെട്ടില്ല, അതാണ് ഞാൻ പറഞ്ഞത്. കാരണം പത്രോസ് ഉൾപ്പെടെയുള്ള ആളുകൾ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ അന്യഭാഷയെ അവരന്നേരം നിർത്തിയിട്ട് പത്രോസിന് വചനം പ്രസംഗിക്കാനുള്ള സൗകര്യം ഒരുക്കിക്കൊടുത്തു. മനസ്സിലായില്ലേ? എന്നിട്ട് പത്രോസ് പ്രസംഗിച്ചു. നമ്മൾ ആ 2ാം അധ്യായത്തിൽ വായിക്കുന്നത്, പത്രോസ് വചനം പ്രസംഗിച്ചു വരുമ്പോൾ അത് കേട്ടവരുടെ ഉള്ളിൽ കുത്തുകൊണ്ടു. ആരാ കുത്തിയത്? അത് പരിശുദ്ധാത്മാവാണ്. കാരണം പരിശുദ്ധാത്മാവാണ് എന്ത് ചെയ്യുന്നത്? പാപബോധം കൊടുക്കുന്നത്. പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും വരുവാനുള്ള ന്യായവിധിയെക്കുറിച്ചും ബോധം കൊടുക്കുന്ന ആരാ? പരിശുദ്ധാത്മാവിന്റെ ഒരു 2-fold മിനിസ്ട്രി അവിടെ കാണുന്നു. വിശ്വാസികളെ നിറച്ചു, അവർ എംപവേർഡായി, അതിൽ നിന്ന് വചനം പ്രസംഗിക്കാനായിട്ടുള്ളൊരു പ്രേരണ കൊടുത്തു. ആ വചനം, അതായത് സുവിശേഷം,
സുവിശേഷം പ്രസംഗിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് കൂടുതൽ പ്രവർത്തിച്ചു. മനസ്സിലായില്ലേ? പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നത്. അന്യഭാഷ പറഞ്ഞില്ല, ആർക്കും മാനസാന്തരം ഉണ്ടായില്ല. അപ്പൊ ഈ ആത്മപ്രവർത്തനങ്ങൾക്ക് ലിമിറ്റേഷൻ ഉണ്ട്. സുവിശേഷത്തിന്റെ ഇമ്പോർട്ടൻസ് ഒരിക്കലും എന്തിനു ലഭിക്കത്തില്ല? ആത്മാവിന്റെ പ്രവർത്തനത്തിന് ലഭിക്കത്തില്ല എന്നുള്ളത് ഒരു കാര്യം മനസ്സിലാക്കിയിരിക്കണം. ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ മുമ്പോട്ട് വേഗത്തിൽ പോകട്ടെ. നിങ്ങൾ പലരും അത് അറ്റൻഡ് ചെയ്യാതിരുന്നതുകൊണ്ടാണ് ഞാൻ പറയാം. അപ്പം അങ്ങനെ ആ പെന്തക്കോസ്തുകാരുടെ പ്രവർത്തനങ്ങൾ നമ്മളവിടെ വായിക്കുന്നു. എന്നാൽ അവിടെ കൊണ്ട് തിരികെ മാത്രമല്ല, ഇനി അവർ സാക്ഷ്യം പറയാൻ തുടങ്ങി. ഇനി ഈ പരിശുദ്ധാത്മ പ്രവർത്തനങ്ങൾ ഇങ്ങനെ നടക്കുമ്പോൾ തന്നെ അതിനുശേഷം എല്ലാ ദിവസവും അവർ കൂടി വരുമ്പോൾ അന്യഭാഷ ഉണ്ടായിരിക്കാം. പരിശുദ്ധാത്മാവ് അവരെ വീണ്ടും നിറയ്ക്കുന്നുണ്ട്. ഇതൊക്കെ ശരിയാണെങ്കിൽ പോലും ശിഷ്യന്മാരുടെ എണ്ണവും കൂടുതൽ അല്ലേ? 2-ാം അധ്യായം കഴിഞ്ഞിട്ട് പിന്നെ 3-4 അധ്യായങ്ങളൊക്കെ വരുമ്പോഴത്തേന് 5-ാമത്തെ അധ്യായത്തിലേക്കും 6-ാമത്തെ അധ്യായത്തിലേക്കും വരുമ്പോഴത്തേന് 4-ാമത്തെ അധ്യായത്തിൽ വെളിയിൽ നിന്ന് സഭയെ ആക്രമിക്കുക. ആ ആക്രമിക്കുമ്പോഴും പരിശുദ്ധാത്മാവ് അവരെ നിറയ്ക്കുക. കർത്താവ് പറഞ്ഞ ശക്തി ധരിക്കും നിങ്ങൾ. അപ്പൊ ഇതിനെയൊക്കെ എതിരിടാനുള്ള ഒരു ശക്തിയാണ് പരിശുദ്ധാത്മാവ് നൽകുന്നത്. അന്യഭാഷ പറയാനുള്ള ശക്തിയല്ല, സുവിശേഷം പറയാനുള്ള ആർജവം. അത് കഴിയുമ്പോഴത്തേന് സഭയ്ക്ക് അകത്ത് 2 പ്രശ്നം ഉണ്ടാകുക ചെയ്യുന്നല്ലേ. സഭയ്ക്ക് അകത്ത് അനന്യാസും സഫീറയും കള്ളത്തരങ്ങൾ കാണിച്ചുകൊണ്ട് എഴുന്നേൽക്കുമ്പോൾ ആരാ പ്രവർത്തിക്കുന്നത്? പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നത്. കാരണം അതിനെക്കുറിച്ചുള്ള ജ്ഞാനം പത്രോസിന് കൊടുക്കുന്നത് ആരാ? പത്രോസ് പറയാ, നിങ്ങൾ ഒരിടത്ത് പറഞ്ഞ് നിങ്ങൾ ദൈവത്തോട് വ്യാജം, മറ്റൊരിടത്ത് പറയാ പരിശുദ്ധാത്മാവിനോട് നിങ്ങൾ വ്യാജം എന്ന് പറഞ്ഞാൽ സഭയ്ക്കകത്തുണ്ടായ ഒരു ആവശ്യമില്ലാത്ത പ്രാക്ടീസ് അല്ലെങ്കിൽ ഒരു തെറ്റായ നടപടി, വ്യാജം ഫോൾസ്ഹുഡ്, സത്യമല്ലാത്ത കാര്യം, സത്യസന്ധമല്ലാത്ത കാര്യം സഭയ്ക്കകത്തേക്ക് കയറി വരുമ്പോൾ അതിനെ ഡീൽ ചെയ്യുന്നത് പരിശുദ്ധാത്മാവാണ്. അടുത്ത അധ്യായത്തിലേക്ക് വരും, 6-ാം അധ്യായത്തിൽ സഭ ഒരു പിളർപ്പിലേക്ക് വരികയാണ്. കാരണക്കാരായ യവനായ ഭാഷക്കാരായ വിധവമാണ്. സഭ ഒരു പിളർപ്പിലേക്ക് വരുമ്പോൾ അതിനെ ഓവർകം ചെയ്യുന്നതും പ്രവർത്തിക്കുന്നത് ആരാ? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. എന്താ പത്രോസ് പറയുന്നത്? എന്താ പത്രോസ് പറയുന്നത് 6-ാം അധ്യായത്തില്? പരിശുദ്ധാത്മാവും ജ്ഞാനവുമുള്ള 7 പേരെ നിങ്ങൾ തെരഞ്ഞെടുത്തു കൊള്ളുക. അതിൽപ്പെട്ട ആളാണ് ഫിലിപ്പോസ്, സ്തെഫാനോസ്. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞൊരു കാര്യം ഓർക്കുന്നുണ്ടോ? ആ 7 പേരുടെയും പ്രശ്നം ആരാ ഉണ്ടാക്കിയത്? യവന ഭാഷ സംസാരിക്കുന്നവരാ. വിധവമാരായിരിക്കത്തില്ല, അവർക്ക് വേണ്ടി മറ്റു ചില ആൾക്കാരെ ഏറ്റുപിടിക്കുക, അവർക്ക് വേണ്ടി ഏറ്റുപിടിക്കുക. അപ്പൊ പക്ഷേ ആ ഒരു ഫാക്ഷൻ അവിടെ ഉണ്ടായത് എന്ന് പറയുക, യെരുശലേമിലുള്ള യഹൂദന്മാരും, അതായത് എബ്രായ ഭാഷ സംസാരിക്കുന്ന യഹൂദന്മാരും അവിടെ സ്കാറ്റേർഡ് ആയി നമ്മളെ പോലെ പ്രവാസികളായ യഹൂദന്മാരും തമ്മിൽ 2 പക്ഷമായി തിരിയുക, 2 ഫാക്ഷൻസ് ആയിട്ട് തിരിയുക. അങ്ങനെ തിരിയുമ്പോൾ അവിടെയും പ്രവർത്തിക്കുന്നത് ആരാ? അതിന് പരിഹാരം എന്തുവാ? 7 പേരെ തിരഞ്ഞെടുക്കുക. അവരുടെ ക്വാളിഫിക്കേഷൻ എന്താ? പരിശുദ്ധാത്മാവും നല്ല സാക്ഷ്യവും ഉള്ള 7 പേര് തിരഞ്ഞെടുക്കുക. ആ 7 പേരുടെയും പേര് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഗ്രീക്ക് പേരുകളാണ്, യവനായ പേരുകളാണ്. എന്ന് പറഞ്ഞാൽ ഈ യഹൂദന്മാരായ അല്ലെങ്കിൽ യെരുശലേമിലുള്ള ആരും പറഞ്ഞില്ല നമ്മുടെ ആൾക്കാരും കൂടെ അതിനകത്ത് വേണം, നമുക്കങ്ങനെ വിട്ടുകൊടുക്കാനൊന്നും പറ്റത്തില്ല, നമ്മുടെ ഗ്രൂപ്പ് ശക്തമായിരിക്കണം. അല്ലെന്നല്ല ചെയ്തത്, മറ്റവർ ഈ ഗ്രീക്ക് ഭാഷക്കാർ തന്നെ അവർക്ക് തന്നെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഞാനിനി വേഗത്തിലൊന്ന് അടുത്തൊരു ഭാഗത്തേക്ക് ഞാനൊന്ന് പോകാം. ഇത്രയും കാര്യങ്ങൾ ഞാൻ ഒന്നുകൂടെ ആവർത്തിച്ചത് നിങ്ങളിൽ പലരും ക്ലാസ്സുകളിൽ ഇല്ലാതിരുന്നതുകൊണ്ടാണ്. ഞാനിത് 5-6-7 ക്ലാസ്സിൽ എടുത്ത കാര്യങ്ങളുടെ ഒരു സംക്ഷിപ്തമായ രൂപമാണ് ഞാൻ ഈ കാര്യം പറഞ്ഞത്. നമ്മൾ കണ്ടല്ലോ, ഞാൻ എടുക്കുന്ന ക്ലാസ്സുകളുടെ ഒരു ടൈറ്റില് വർക്ക് ഓഫ് ദ ഹോളി സ്പിരിറ്റ് ഇൻ ദ ബുക്ക് ഓഫ് ആക്ട്സ്, അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകത്തിൽ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങൾ. ഇനി നമ്മൾ വരുമ്പോൾ കാണുന്നത് ഈ 7-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് സ്തെഫാനോസിന്റെ മരണമാണ് കാണുന്നത്. എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവും ജ്ഞാനവും നിറഞ്ഞ
ഈ 7 പേരെ തെരഞ്ഞെടുത്തു. പക്ഷെ അവരുടെ ശുശ്രൂഷ ഈ ടേബിളിൽ മാത്രം ഒതുങ്ങിയില്ല, ഈ മേശമേൽ ശുശ്രൂഷിക്കുന്നതിൽ മാത്രം ഒതുങ്ങിയില്ല. കാരണം അവർ ആത്മാവിൽ നിറഞ്ഞവരാ. ആത്മാവ് എന്തിനാ നിറയ്ക്കുന്നത്? യെരൂശലേമിലും യഹൂദിയിലും ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികളാകാനുള്ള ആത്മാവാണ്, ആക്കാനുള്ള ആത്മാവ്. മേശമേൽ ശുശ്രൂഷിക്കാനുള്ള ആത്മാവ് അല്ലത്. പക്ഷേ മേശമേൽ ശുശ്രൂഷിക്കാനും ആത്മനിറമുള്ളവരെ എടുക്കുന്നത്. അവരെന്താ ചെയ്യുന്നത്? അവര് സുശേഷവുമായി പലയിടങ്ങളിലേക്ക് പോയി, സഭ മുൻപോട്ട് പോയി. അങ്ങനെയാണ് സ്തെഫാനോസ് കല്ലേറ് കൊണ്ട് മരിക്കുന്നത്. കല്ലേറ് കൊണ്ട് മരിച്ചതിന് ശേഷം നമ്മൾ വായിക്കുന്നത് 8-ാമത്തെ അധ്യായത്തിൽ, കഴിഞ്ഞ ദിവസങ്ങൾ നമ്മുടെ വാക്യങ്ങൾ വായിച്ചതാണ്. അവിടെ വായിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഈ സ്തെഫാനോസ് നിമിത്തമുണ്ടായ ഉപദ്രവം കാരണം എന്താ, അപ്പോസ്തലന്മാർ ഒഴികെ എല്ലാവരും ഈ യഹൂദിയ ശമരിയ ദേശങ്ങളിൽ ചിതറിപ്പോയി. അപ്പോസ്തലന്മാർ മാത്രം എവിടെ നിന്നു? യെരൂശലേമിൽ നിന്നു. പ്രധാനപ്പെട്ട ആൾക്കാർ പോയില്ല. അപ്പൊ പോയതാരാ? വെറും സാധാരണക്കാരായാണ്. ഇത് ഞാൻ കഴിഞ്ഞൊരു ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകത്തില് നമ്മൾ കാണുന്ന മറ്റൊരു കാര്യം, പരിശുദ്ധാത്മാവ് യൂസസ് ദ മോസ്റ്റ് ഓർഡിനറി പീപ്പിൾ, കോമൺ പീപ്പിൾ. നമുക്കറിയാം, ക്രൈസ്തവ ലോകത്തിൽ കർത്താവ് കഴിഞ്ഞാൽ ഏറ്റവും വലിയ ആളാരാണെന്ന് ചോദിച്ചാൽ സെയിന്റ് പോൾ അല്ലേ, പൗലോസാണ്. വേറെ കർത്താവ് കഴിഞ്ഞ പുതിയ നിയമസഭയിൽ, പുതിയ നിയമകാലത്ത് കർത്താവ് കഴിഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻസ് ഉള്ള ആളാരാ? പൗലോസ് തന്നെ. കാരണം പത്രോസ് എവിടം വരെ പോയിട്ടുണ്ട്? പത്രോസാവട്ടത്തിൽ മാത്രമേ പരമാവധി അവസാനം റോമിൽ വന്നു. എന്നാൽ സുവിശേഷത്തെ ഭൂഖണ്ഡങ്ങൾക്ക് അപ്പുറത്തേക്ക് കൊണ്ടുപോയത് ആരാ? പൗലോസാണ്. സഭയ്ക്ക് ഏറ്റവും അധികം വെളിപ്പാടുകൾ തന്നത് ആരാ? പൗലോസാണ് അല്ലേ? ഏറ്റവും അധികം ലേഖനങ്ങൾ, ഏറ്റവും അധികം എഴുതിയത്, ഏറ്റവും അധ്വാനിച്ചത്, ഏറ്റവും അധികം ഓടിയത്. അപ്പൊ ദൈവം ഏറ്റവും അധികം ഉപയോഗിച്ചൊരു മനുഷ്യനാരാ? കർത്താവ് കഴിഞ്ഞാൽ പുതിയ നിയമസഭയുടെ കാര്യത്തിൽ പറഞ്ഞാൽ പൗലോസാണ്. ആ പൗലോസിന്റെ മാനസാന്തരത്തിൽ അപ്പോസ്തലപ്രവൃത്തികൾ 9-ാമത്തെ അധ്യായത്തിൽ ആരെയാ പറഞ്ഞു വിടുന്നത്? അനന്യാസ് എന്ന് പറയുന്ന ഒരു ശിഷ്യൻ. ഇനി അനന്യാസിനെ നിങ്ങൾ എവിടെയും കാണുന്നുണ്ടോ? അപ്പൊ ആരായിരുന്നു അനന്യാസ്? വളരെ സാധാരണക്കാരൻ. അപ്പോൾ യെരൂശലേമിൽ ഈ സ്തെഫാനോസ് നിമിത്തം പീഡയുണ്ടായപ്പോൾ അപ്പോസ്തലന്മാർ യെരൂശലേമിൽ തന്നെ നിന്നു. പക്ഷെ അപ്പോസ്തലന്മാർ ഒഴികെയുള്ള ആളുകളെല്ലാം പലയിടങ്ങളിലേക്ക് ചിതറിപ്പോയി. ആ ചിതറിപ്പോയവർ എന്ത് ചെയ്തു? അവിടെ വായിക്കുന്നത് 4-ാം വാക്യത്തിൽ, ചിതറിപ്പോയവർ വചനം സുവിശേഷിച്ചുകൊണ്ട് അവിടെ സഞ്ചരിച്ചു. അപ്പോൾ ഏറ്റവും സാധാരണക്കാരാണ്. അവർക്ക് എന്തോ ട്രെയിനിങ് ഉണ്ട്, അവർക്ക് എത്ര നാളത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോസ്തലന്മാർ 12 പേരും യൂദ ഒഴികെ ഒരാൾ പോയി. ഞാൻ മത്യാസിനെ തെരഞ്ഞെടുക്കാനുള്ള കണ്ടീഷൻ എന്താ? കർത്താവിനോട് കൂടെ സഞ്ചരിച്ച ആളാണ്. കർത്താവിന്റെ മരണം കണ്ടു, മരണം അടക്കം കണ്ടു, ഉയർത്തെഴുന്നേൽപ്പ് കണ്ടു, കർത്താവ് ചെയ്ത അത്ഭുതങ്ങളും അടയാളങ്ങൾക്കൊക്കെ സാക്ഷ്യം വഹിച്ച ആളാണ്. ഈ സാധാരണക്കാരായ ആളുകളോ? അവരെത്ര പേരുണ്ടായിരിക്കാം? 3000-ആയി, 5000-ആയി, പിന്നെ എണ്ണിയാലൊടുങ്ങാത്തൊരു പുരുഷാരമായി. അവരൊക്കെ രക്ഷിക്കപ്പെട്ടിട്ട് ഏതാനും ആഴ്ചകളോ ഏതാനും മാസങ്ങളോ ആയിട്ടുള്ളൂ. അവരാ ചിതറിപ്പോയത്. ആ ചിതറിപ്പോയവരെയാണ് പരിശുദ്ധാത്മാവ് ഉപയോഗിക്കുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കണം. നമുക്കറിയാം, നമ്മുടെ ബോംബെയിൽ ഉള്ള ഒരു സഭയാണ് ന്യൂ ലൈഫ് ഫെലോഷിപ്പ് അല്ലേ? ന്യൂ ലൈഫ് ഫെലോഷിപ്പ് ഉണ്ടാകുന്നതിന് എത്രയോ നാൾ മുമ്പാണ് മലയാളികളായ നമ്മുടെ സഭയുടെ നേതാക്കന്മാരൊക്കെ ഇവിടെ വന്നത്. എഫീസിലെ പ്രവർത്തനങ്ങളുണ്ടായി 30 വർഷം. അത്രയും എൻ്റെ ഓർമ്മ ശരിയെങ്കിൽ 70-കളിലോ 80-കളിലോ ന്യൂ ലൈഫ് ഉണ്ടാകുന്നു. ഇന്ന് ന്യൂ ലൈഫിന് എത്ര സഭയുണ്ട്? ഇന്ന് ന്യൂ ലൈഫിൽ എത്രത്തോളം ആളുകളുണ്ട്? നമ്മുടെ എല്ലാ ബോംബെ പട്ടണത്തിൻ്റെ എല്ലാ സിറ്റികളിലും ചെന്നാൽ, പോക്കറ്റ് സിറ്റികളിൽ ചെന്നാൽ ഒന്നിലധികം ന്യൂ ലൈഫ് ചർച്ചുകളുണ്ട്. ഒന്നിലധികം ന്യൂ ലൈഫ് ചർച്ചുകളുണ്ട്. ഞാൻ ഈ കഴിഞ്ഞ
ഗിഡിയൻസ് ഇന്റർനാഷണലിന്റെ കാർഗറിന്റെയും പൻവേലിന്റെയും ക്യാമ്പിന്റെ പാസ്റ്റേഴ്സ് മീറ്റിംഗ് ഈ കഴിഞ്ഞ ദിവസം കാർഗറിൽ നടന്നപ്പോൾ ഞാൻ പോയിരുന്നു. അപ്പോൾ അതിൽ സംസാരിക്കാൻ വന്ന ഒരു ജോസഫ് സ്റ്റാലിൻസ്, നിങ്ങൾ ചിലർക്ക് അറിയാമോ? ഡോക്ടർ ജോസഫ് സ്റ്റാലിൻസ്, അദ്ദേഹത്തിൻ്റെ പേര് എത്തിയപ്പെടാനൊത്തില്ല. അദ്ദേഹം പോവയിലെ ന്യൂ ലൈഫ് ചർച്ചിലെ മെമ്പറാണ്. ഇത് നേരത്തെ പൻവേലിൽ താമസിച്ചുകൊണ്ടിരുന്നതാണ്. പൻവേലിൽ അന്ന് താമസിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചർച്ചകൾ ഇവിടെയെങ്കിലും ഇല്ലായിരുന്നു. അന്ന് അദ്ദേഹം ചർച്ചിൽ കൂടാൻ പോയത് വാശിയിലെ ന്യൂ ലൈഫ് ചർച്ചിൽ അന്ന് കൂടാൻ പോയത്. അപ്പോൾ അദ്ദേഹത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് അഹമ്മദാബാദിൽ നിന്നും MBA മാനേജ്മെന്റിൽ PhD എടുത്തയാളാണ്. L&T ഉൾപ്പെടെയുള്ള പല കമ്പനികളിൽ ജനറൽ മാനേജർ പോസ്റ്റിലും അതിന് തത്തുല്യമായ പോസ്റ്റിൽ അദ്ദേഹം മറ്റ് പല ഇടങ്ങളിൽ ഇരുന്ന് ഇപ്പോൾ അദ്ദേഹം മറ്റൊരു കമ്പനിയിൽ കൺസൾട്ടൻ്റായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. ഈ പ്രായമൊന്നുമില്ല. ന്യൂ ലൈഫിൽ അങ്ങനെയുള്ള ധാരാളം ആളുകളുണ്ട്. ഞാൻ പറഞ്ഞത് നമ്മുടെ ചർച്ചകളുടെ സ്ഥിതി എവിടെ നമ്മൾ പരാജയപ്പെട്ടില്ല. ചർച്ചകൾ അവിടെയൊക്കെ ഉണ്ട്. പക്ഷെ അവരുടെ ചർച്ചകളിൽ നമ്മൾ പല കുറ്റങ്ങളൊക്കെ പറയുമായിരിക്കാം. പക്ഷെ ആളുകൾ ധാരാളം കൂടും. ഞാൻ ന്യൂ ലൈഫ് ഫെലോഷിപ്പിനെ കുറിച്ച് കേൾക്കുന്നത് മലയാളികളിൽ നിന്നല്ല, ഇന്ത്യക്കാരിൽ നിന്നുമല്ല. വർഷങ്ങൾക്ക് പുറകിൽ നാട്ടിലായിരുന്ന അവസരത്തിൽ സായിപ്പന്മാർക്കൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പോകുന്ന രീതി ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളത് നിന്ന സഭയിലേക്ക് വൈവാമിൻ്റെ യൂത്ത് വിത്ത് മിഷൻ്റെ പല ടീമുകൾ വരുമായിരുന്നു. അതിൽ ഒരു ജൂനിയർ ടീം പിള്ളേർ വന്നു. ഒരു 18-25 വയസ്സിൽ താഴെയുള്ള ഒരു 18 പേര് വന്നു. അവരെയും കൊണ്ട് ഞാൻ കോട്ടയത്തല്ല കേരളത്തിലെ മിക്കവാറും കോളേജുകളിൽ, പാരൽ കോളേജുകളിൽ, പിന്നെ സ്ട്രീറ്റുകളിലൊക്കെ പോയി പരസ്യങ്ങളും സ്കിറ്റുകളും, അന്നാണ് ഈ സ്കിറ്റൊക്കെ ശരിക്കും ഇതുപോലെ കാണുന്നത്, കൊണ്ടുപോവുകയും പല കോളേജുകളിൽ കൊണ്ടുപോവുകയും ഒക്കെ ചെയ്തു. അതുപോലെ തന്നെ സീനിയർ ആയിട്ടുള്ള ടീം, ആ സീനിയർ ടീം വന്നതിൽ എൻ്റെ കല്യാണത്തിന് മുമ്പത്തെ കാര്യം പറയുന്നത് ഡോക്ടർ മൈക്ക് വാൾണർ എന്ന് പറയുന്ന ഒരാളാണ്. അദ്ദേഹം ഡാലസ് തിയോളജിക്കൽ സെമിനാരിയിൽ നിന്ന് മിഷനിൽ MTH കഴിഞ്ഞിട്ട് PhD കഴിഞ്ഞയാളാണ്. അന്ന് അദ്ദേഹത്തിന് അമേരിക്കയിൽ ഏതെങ്കിലും ഒരു ബൈബിൾ സ്കൂളിൽ പഠിപ്പിച്ചാൽ തന്നെ നല്ല സാലറി കിട്ടും. കാരണം PhD കഴിഞ്ഞ് അമേരിക്ക വെളിയിൽ പോയാലും അത് കിട്ടും. അതായത് അദ്ദേഹം മിഷൻ വർക്കിനോടുള്ള താല്പര്യം കൊണ്ട് അദ്ദേഹം ഇന്ത്യയിലേക്ക് വന്ന അദ്ദേഹം ഒരു ദിവസം എന്നോട് ചോദിച്ചു, രാജു, ഹാവ് യു ഹേർഡ് അബൌട്ട് ന്യൂ ലൈഫ് ഫെലോഷിപ്പ്? നോ. ഹാവ് യു ഹേർഡ് ഓഫ് പാസ്റ്റർ എസ് ജോസഫ്? നോ. അപ്പോൾ അദ്ദേഹം എനിക്ക് കുറേ മെറ്റീരിയൽസ്, ഒരു മാഗസിനിൽ നിന്ന്, അന്ന് അമേരിക്കയിൽ നമ്മുടെ നാട്ടിൽ നിന്ന് സെറോക്സ് എടുത്തുകൊണ്ട് വന്ന കുറച്ച് പേപ്പേഴ്സ് എനിക്ക്. അങ്ങനെ ഞാൻ ആദ്യം ന്യൂ ലൈഫ് ഫെലോഷിപ്പിനെ കുറിച്ച് കേൾക്കുന്നത്. എന്ന് പറഞ്ഞാൽ ആ കാലത്ത് ഞാനീ പറയുന്നത് 90കളുടെ ആരംഭത്തിലെ കാര്യം പറയുന്നത്, 90s ആരംഭത്തിലെ കാര്യം, ഒരു 91-92 കാര്യം. ആ 91-92 അമേരിക്കയിലെ മിഷൻ സ്റ്റഡീസിനെ പോലും അത്ഭുതപ്പെടുത്തിയ വളർച്ചയായിരുന്നു ഇന്ത്യയിൽ ന്യൂ ലൈഫിന്റെ വളർച്ച. ചർച്ച് ഗ്രോത്തുകാര് സ്പെഷ്യൽ കേസായി പഠിച്ചതാണ് അവരുടെ വളർച്ച. എങ്ങനെയാണ് വളർന്നത്? നിങ്ങളിൽ പലർക്കും അറിയാം, നമ്മൾ വേണ്ടിയിട്ടുണ്ട്. എങ്ങനെയാണ് അവർ വളർന്നത്? എന്താ അവരുടെ മാർഗം എന്താണെന്നറിയോ? അവരുടെ പാസ്റ്റർമാരല്ല, അവരുടെ ലീഡേഴ്സ് വർക്ക് ചെയ്യും, പാസ്റ്റർമാർ വർക്ക് ചെയ്യും. എന്നാൽ അവിടുത്തെ ഏറ്റവും സാധാരണക്കാരായ ഒരാള് വെളിയിൽ പോയ സുവിശേഷം പറഞ്ഞിട്ട് അവർ തിരിച്ചു വരുന്നു. കണ്ണുകൊണ്ട് ഞാൻ കണ്ടിട്ടുണ്ട്. വെറും സാധാരണ ജോലി ചെയ്യുന്ന സ്ത്രീകൾ, സഹോദരിമാരും ഒക്കെ അവർ പോയാൽ വഴിക്ക് നിർത്തി, പ്രത്യേകിച്ച് ബോർവെലിയിൽ SC കോളനി ഞാൻ കണ്ടിട്ടുണ്ട്. നോ, ദ സെയിം തിങ് ഈസ് ഹാപ്പനിങ്. അത് പറയാൻ ഞാൻ വന്നത്. അതാണ് ഇന്നും അവരുടെ സ്ട്രാറ്റജി. അതാണ്. അതുകൊണ്ട് ധാരാളം ആളുകൾ ദൈവഭാഗത്തേക്ക് വരാനൊരു കാരണമാണ്. പാസ്റ്റർ എസ് ജോസഫിനെ അതിനെ ഉപയോഗിച്ച് നിങ്ങൾ ചിലരൊക്കെ അദ്ദേഹത്തെ കണ്ടിട്ടുണ്ടായിരിക്കാം. അദ്ദേഹത്തിൻ്റെ പ്രസംഗം ഞാൻ കേട്ടിട്ടുണ്ട്. ബോർവെലിൽ ഞാൻ ശുശ്രൂഷിക്കുന്ന കാലത്ത് പലതവണ ആരാധനയിൽ അത് സംബന്ധിച്ചിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞ ഒരു വാചകം ഞാൻ ഒരിക്കലും മറക്കത്തില്ല. അദ്ദേഹം പറഞ്ഞു, I came to this city for a survival, not for a revival. But God used me for a revival. ഞാൻ ഈ പട്ടണത്തിലേക്ക് വന്നത് അതിജീവനത്തിന്, സർവൈവലിന് വന്നതാണ്.
ഈ ഒരു സാധാരണ പ്രശ്നങ്ങളാണ് ജോലി ചെയ്തിരുന്ന ആളാണ്. എന്നാൽ ദൈവമല്ലേ ഉപയോഗിച്ചത്? റിവൈവലിനാണ് ഉപയോഗിച്ചത്. അദ്ദേഹം ഒരു സാധാരണക്കാരൻ, അദ്ദേഹത്തിൻ്റെ സഭയിലെ അംഗങ്ങൾ സാധാരണക്കാര്. സഭ എന്നും മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നത്, സഭയെന്നും വളർന്നിരിക്കുന്നത് അപ്പോസ്തലന്മാരെ പോലുള്ള നേതൃത്വത്തിന്റെ പ്രവർത്തനങ്ങളെക്കാൾ ഉപരി സഭ വളരുന്നതിന്റെ സ്ട്രാറ്റജി എന്താണ്? വെറും സാധാരണക്കാർ. അവർക്ക് ഫോർമാലിറ്റി ഇല്ലാതെ പറയാൻ പറ്റും. മനസ്സിലായില്ലേ? ഒരു ഫോർമാലിറ്റി ഇല്ലാതെ സുവിശേഷം പങ്കുവെക്കാനായിട്ട് കഴിയും. ഇവിടെ ഏതാ 8-ാം അധ്യായത്തിന് 4-ാം വാക്യത്തിൽ ചിതറിപ്പോയവർ ദൈവവചനം സംസാരിച്ചുകൊണ്ട്, അല്ലെ, സുവിശേഷിച്ചുകൊണ്ട്, വചനം സുവിശേഷിച്ചുകൊണ്ട് അവിടെ സഞ്ചരിച്ചു. അങ്ങനെ ഫിലിപ്പോസ് എവിടെ ചെന്നു? ശമരിയിൽ ചെന്നു. നോക്കിക്കേ, കർത്താവ് പറഞ്ഞ എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തത്തിന് കാത്തിരിക്കണം. കാത്തിരുന്ന് കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നിങ്ങൾ ശക്തി ലഭിച്ചത് യഹൂദിയയിലും യെരുശലേമിലും, യഹൂദിയയിലും, യെരുശലേം എന്ന് പറയുന്നത് ആ സെൻട്രൽ പോർട്ടാണ്. അവിടുന്ന് യഹൂദിയ അവർ ഉൾപ്പെടുന്ന ദേശം, രാജ്യം, പിന്നെ അതിന്റെ അയൽപക്കം ശമരിയ, പിന്നെ ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ. അപ്പം ഈ ഫിലിപ്പോസ് എവിടേക്ക് പോയി? ശമരിയയിലേക്ക് പോയി. ഇത് നിങ്ങൾ വളരെ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. നിവൃത്തി ഉണ്ടായിരുന്നേ പോകുമായിരുന്നു ശമരിയയിലേക്ക്. എന്തെങ്കിലും നിർവാഹം ഉണ്ടായിരുന്നേ പോകുമായിരുന്നു? പോകത്തില്ല. കാരണം കർത്താവ് തന്റെ 3 വർഷത്തെ ശുശ്രൂഷയിൽ ഒരു പ്രാവശ്യം മാത്രം ശബരിയിൽ കൂടി കടന്നു പോകേണ്ടി വന്നു എന്ന് എഴുതിയിട്ടുള്ളൂ, അല്ലെ? അത്ര നിഷിദ്ധമായിരുന്നു യഹൂദന് ശമരിയയിലൂടെയുള്ള യാത്ര പോലും. അപ്പൊ ശമരിയക്കാരുമായിട്ടുള്ള സംസർഗമോ. പക്ഷേ ഈ പരിശുദ്ധാത്മാവിന്റെ ശക്തി ലഭിച്ചപ്പോൾ ഈ ഫിലിപ്പോസ് ശമരിയയിലേക്ക് പോയി, അല്ലെ? അവിടെ ചെന്നിട്ട് ക്രിസ്തുവിനെ പ്രസംഗിച്ചു. എന്ന് പറഞ്ഞാൽ ഈ യഹൂദി യെരുശലേമിൽ അവരായിരുന്നു, അതിന് ചുറ്റും അവർ വർക്ക് ചെയ്തുകൊണ്ടിരുന്നു. പക്ഷെ ഇപ്പോഴൊക്കെ ഇവർ ആരോടാ സുവിശേഷം പറയുന്നത്? യഹൂദന്മാരോട് മാത്രം. കർത്താവ് പറഞ്ഞത് എന്താ? സകല ജാതികളോട് സുവിശേഷം പ്രസംഗിക്കാനാണ്. പക്ഷേ ഇവരുടെ ആ പ്രജുഡിസുകളെ ഓവർകം ചെയ്യാൻ അവർക്ക് വലിയ ബുദ്ധിമുട്ടാണ്. മാത്രമല്ല, പഴയ നിയമമല്ലേ പത്രോസ് വ്യാഖ്യാനിച്ചത്. അവിടെ പറഞ്ഞത് എന്തുവാ? അന്ത്യകാലത്ത് ഞാൻ യഹൂദന്മാരുടെ മേൽ ആത്മാവിനെ പകരുമെന്നാണോ? അല്ല, വായിച്ചത് എന്തുവാ? സകല ജഡത്തിന്മേലും എന്റെ ആത്മാവിനെ പകരുമെന്ന് പ്രസംഗിച്ചു. പക്ഷെ ഈ സകല ജഡത്തോടും പറയാൻ ബുദ്ധിമുട്ടാണ്. അപ്പോഴാണ് പരിശുദ്ധാത്മാവ് അടുത്തൊരു മിനിസ്ട്രിയിലേക്ക് പോകുന്നത്. അതാണ് ഇന്ന് രാത്രി ഞാൻ പറയുന്നത്. അപ്പൊ പല മിനിസ്ട്രി നമ്മൾ കണ്ടല്ലോ. വിശ്വാസികളെ എംപവർ ചെയ്തു, അല്ലെ? വന്നുകൂടിയ യഹൂദന്മാരെ കൺവിക്റ്റ് ചെയ്തു, പാപബോധം അവർക്കുണ്ടാക്കി, അവരെ സഭയോട്, രക്ഷിക്കപ്പെടുന്നവരെ പരിശുദ്ധാത്മാവ് കർത്താവ് ദിനം പ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. അവരെ അങ്ങനെ പരിശുദ്ധാത്മാവ് പല കാര്യങ്ങൾ ചെയ്തു. സഭയ്ക്ക് അകത്ത് ആക്രമണം ഉണ്ടായപ്പോൾ, പുറത്ത് ആക്രമണം ഉണ്ടായപ്പോൾ അതിനെയൊക്കെ പരിശുദ്ധാത്മാവ് പ്രതിരോധിച്ചു. അടുത്തത് പരിശുദ്ധാത്മാവ് ചെയ്യുന്ന വലിയൊരു മിനിസ്ട്രി എന്താണെന്ന് അറിയാമോ? ഈ മനുഷ്യർ തമ്മിലുള്ള മുൻവിധികൾ, ജാതിയുടെ മുൻവിധികൾ, സംസ്കാരത്തിന്റെ മുൻവിധികൾ, തങ്ങൾ ദൈവത്തിന്റെ സ്വന്തം ആൾക്കാരാണെന്നുള്ള യഹൂദന്റെ മുൻവിധികൾ, ഇതിനെയൊക്കെ തകർക്കുകയാണ് പരിശുദ്ധാത്മാവ് ചെയ്യുന്നത്. ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടന്റ് തിങ്. പരിശുദ്ധാത്മാവ് ചെയ്യുന്നൊരു കാര്യം നമ്മുടെ കേരളത്തിലോ വലിയ സംഭവിച്ചു. ഞാൻ ഈ കഴിഞ്ഞ 2-3 മാസമായിട്ട് കേരളത്തിന്റെ പൂർവ്വ ചരിത്രം ഒന്ന് സൂക്ഷ്മമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുക. എന്തുകൊണ്ടാണ് അങ്ങനെ എനിക്കൊരു മനസ്സുണ്ടായെന്ന് എനിക്കറിയാമല്ല. കാരണം അധികം ഞാൻ ചരിത്ര പുസ്തകങ്ങൾ വായിക്കാറില്ല. എന്നാൽ ഇപ്പം എൻ്റെ ഷെൽഫിൽ കേരളത്തിൻ്റെ പൂർവ്വചരിത്രത്തെക്കുറിച്ചുള്ള വളരെ ആധികാരികമായ ഒരു 10-ലധികം പുസ്തകങ്ങളുണ്ട്. കാണാൻ വെച്ചെങ്കിലും വായിച്ചു വെച്ചിരിക്കുകയാണ്, ചിലത് വായിച്ചുകൊണ്ടിരിക്കുക. മിഷണറി പ്രവർത്തനങ്ങൾ, അതിൽ പ്രത്യേകിച്ച് 20-ാം നൂറ്റാണ്ടിലുണ്ടായ പരിശുദ്ധാത്മ പ്രവർത്തനങ്ങൾ, അതാണ് വലിയ ഈ മുൻവിധികളുടെ കോട്ടകളൊക്കെ തകർത്തത്. അപ്പൊ ഇവിടെയും അത് തന്നെയാണ് സംഭവിക്കുന്നത്. ഈ യെരുശലേമിൽ പാടിയും കൊട്ടിയും അന്യഭാഷയും പറഞ്ഞ് ആരാധിച്ചുമൊക്കെ ഇരുന്ന ജനത്തെ എങ്ങനെയാണ് വെളിയിലോട്ട് കൊണ്ടുപോകുന്നത്?
എങ്ങനെ അവരെന്ന് പറഞ്ഞു വിടും? അപ്പൊ ദൈവം എന്നായിരുന്നു? ഒരു പേഴ്സിക്യൂഷൻ പുറപ്പെടുവിച്ചു. അവർക്കെതിരെ ഒരു പീഡനം അഴിച്ചുവിട്ടു. ദൈവം അറിയാതെയാണോ? ഇതിന്റെ വില കൊടുക്കേണ്ടി വന്ന ആർക്കാ? വളരെ ചെറുപ്പക്കാരനായ സ്തേഫാനോസ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ. അപ്പോസ്തലന്മാർ യെരൂശലേമിൽ പാർത്തെങ്കിൽ ഇവർക്കും പാർക്കത്തില്ലായിരുന്നോ? പാർക്കാമായിരുന്നു. പക്ഷേ ദൈവം അവരെ ചെതറിച്ചു. അവർ ചെതറിപ്പോയെന്നുള്ളതല്ല, പരിശുദ്ധാത്മാവ് അവരെ ചെതറിച്ചു. ആ ചെതറിപ്പോയവരിൽ സുവിശേഷം പറഞ്ഞുകൊണ്ട്, വചനം പറഞ്ഞുകൊണ്ട് അവർ പലയിടങ്ങളിൽ സഞ്ചരിച്ചു. അങ്ങനെ ഫിലിപ്പോസ് എവിടെ ചെന്നു? ഫിലിപ്പോസ് ശമരിയയിൽ എത്തി. എന്ന് പറഞ്ഞാൽ പലരും പല ഡയറക്ഷനിൽ പോയി. ഫിലിപ്പോസ് ശമരിക്ക് മാത്രം പോയത് നിങ്ങൾ, അല്ലെ, ഫിലിപ്പോസ് മാത്രം ശമരിക്ക് പോയത് നിങ്ങൾ വിചാരിക്കരുത്. പല ഡയറക്ഷനിലേക്ക് പോയി. ഈ ലൂക്കോസ് എഴുതുമ്പോൾ ഒരു പ്രത്യേകത എന്താണെന്നറിയാമോ? ഞാൻ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞിരുന്നു, ലൂക്കോസ് എല്ലാം പറയത്തില്ല, സാമ്പിളായിട്ട് ഒരെണ്ണേ പറയത്തുള്ളൂ. മനസ്സിലായത്? ഇപ്പൊ ബാക്കിയുള്ളത് അണ്ടർസ്റ്റുഡാ. ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ അതിൽ നിന്ന് അനുമാനിച്ചോളൂ. ഇവിടെ പറഞ്ഞെന്താ? ബാക്കിയുള്ളതാ ഉപദ്രവം നേരിട്ട് അപ്പോസ്തലന്മാർ ഒഴികെ എല്ലാവരും യഹൂദ്യ ശമരിയ ദേശങ്ങളിൽ ചിതറിപ്പോയി. അപ്പൊ പലരും പല വഴിക്കാ പോയി. അതിൽ പ്രധാനമായിട്ടും ആര് പോയി? ഈ ഫിലിപ്പോസ് ശമരിയയിലേക്ക്. അവിടെ ഫിലിപ്പോസ് ശമരിയയിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ സംഭവിച്ചത് എന്താണ്? ഫിലിപ്പോസ് ശമരിയ പട്ടണത്തിൽ ചെന്ന് അവരോട് ക്രിസ്തുവിനെ പ്രസംഗിച്ചു. എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിന്റെ ഒരു ലീഡിങ്, ഒരു നിയോഗം, ഒരു നടത്തിപ്പ് ഫിലിപ്പോസ് തിരിച്ചറിയുക. ഞാൻ പറഞ്ഞത് മനസ്സിലാകുന്നുണ്ടോ? പറഞ്ഞാൽ എന്തിനാണ് പരിശുദ്ധാത്മാവിനെ ഇങ്ങോട്ട് പറഞ്ഞയച്ചത്? മനസ്സിലായി? കാരണം കർത്താവ് ചെയ്തതെന്തുവാ? ശബരിക്കാരത്തി സ്ത്രീയോട് ജീവിതത്തെ കുറിച്ച് കർത്താവ് പറഞ്ഞതല്ലേ? സത്യ നമസ്കാരികൾ ദൈവത്തെ ആത്മാവിന് സത്യത്തിലും ആരാധിക്കുന്ന നാഴിക വരുന്നു, ഇപ്പോൾ വന്നുമിരിക്കുന്നതല്ലേ പറഞ്ഞത്? അപ്പൊ ഫിലിപ്പോസിന് മനസ്സിലായി, he sensed that need and also the guidance of the Holy Spirit. ഇനി തന്റെ ആ നിയോഗം ശരിയാണെന്ന് അറിയാനല്ലോ അപ്പോൾ സംഭവിച്ചത്. അവിടെ ക്രിസ്തുവിനെ പ്രസംഗിച്ചപ്പോൾ ഫിലിപ്പോസ് കൈകൊണ്ട് അത്ഭുതങ്ങളും അടയാളങ്ങളും. ഇതാരാ ചെയ്യുന്നത്? ഫിലിപ്പോസ് ആണോ ചെയ്യുന്നത്? അല്ല. ഫിലിപ്പോസ് എന്ത് ചെയ്തു? ക്രിസ്തുവിനെ പ്രസംഗിച്ചു. ഫിലിപ്പോസ് ക്രിസ്തുവിനെ പ്രസംഗിച്ചപ്പോൾ, അല്ലെ, he preached the word. അവൻ വചനം പ്രസംഗിച്ചു, അവൻ ക്രിസ്തുവിനെ പ്രസംഗിച്ചു. അവൻ ക്രിസ്തുവിനെ പ്രസംഗിച്ചപ്പോൾ എന്താ സംഭവിച്ചത്? ദൈവം അവനെ ഉപയോഗിച്ചു, അല്ലെ, പരിശുദ്ധാത്മാവ് അവനെ ഉപയോഗിച്ചു. അവന്റെ കൈകൊണ്ട് അത്ഭുതങ്ങളും അടയാളങ്ങളും നടന്നു. അതിന്റെ 12ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ വായിക്കുമ്പോൾ എന്താ വായിക്കുന്നത്? ദൈവരാജ്യത്തെയും യേശുക്രിസ്തുവിന്റെ നാമത്തെയും കുറിച്ചുള്ള സുവിശേഷം അറിയിക്കുന്ന ഫിലിപ്പോസിനെ അവർ വിശ്വസിച്ചു. ഫിലിപ്പോസിനെ വിശ്വസിച്ചെന്നല്ല വാക്കിന്റെ അർത്ഥം. അവനെന്താ പ്രസംഗിച്ചത്? ദൈവരാജ്യത്തെയും യേശുക്രിസ്തുവിന്റെ നാമത്തെയും. അപ്പൊ ഫിലിപ്പോസിനെ വിശ്വസിക്കുകയല്ല. കാരണം കുറെ കഴിയുമ്പോഴത്തെ 8ാമത്തെ അധ്യായത്തിൽ തന്നെ നമ്മൾ വായിക്കുന്നുണ്ട്, ഷണ്ണൻ സ്നാനത്തെ കുറിച്ച് ചോദിക്കുമ്പോൾ അവൻ ചോദിക്കുന്നത് എന്തുവാ? നീ യേശുവിൽ വിശ്വസിക്കുന്നു എന്നാണ് ചോദിക്കുന്നത്. ദൈവപുത്രനായ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നുണ്ടോ? അവരെ പൂർണ്ണ ഹൃദയത്തോടെ. ഫിലിപ്പോസിനെ വിശ്വസിച്ചു എന്നല്ല. അപ്പൊ വീണ്ടും 13ാം വാക്യത്തിൽ വായിക്കുകയാണ്, അവന്റെ കൈകൊണ്ട് വലിയ വീര്യപ്രവർത്തികളും അടയാളങ്ങളും നടന്നു, അല്ലെ. ശീമോൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ അത് കണ്ടിട്ട് വിശ്വസിച്ചു, അവൻ സ്നാനമേറ്റു, ഫിലിപ്പോസിനോട് ചേർന്ന് നിന്നു. പക്ഷെ ഇത് കണ്ട് അവൻ വിളിച്ചു. അപ്പൊ നിരവധി ആളുകൾ സ്നാനമേറ്റു. ഈ പരിശുദ്ധാത്മാവ് ചെയ്യുന്ന 1ാമത്തെ മിനിസ്ട്രി അവിടെ എന്തോ ഇന്ന് വരെ യോഹന്നാന്റെ സുവിശേഷം 4ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് എന്താ? യഹൂദന്മാരും ശമരിയയും തമ്മിൽ സംസർഗം ഇല്ലായിരുന്നു. വാട്ടർ ടൈറ്റ് കമ്പാർട്ട്മെന്റാ. ഭക്ഷണം കഴിക്കത്തിൽ ഇത് മാത്രമല്ല, വെള്ളം പോലും ഒരാളുടെ കയ്യിൽ നിന്ന് വാങ്ങി വേറൊരാള് കുടിക്കത്തില്ല. മനസ്സിലായില്ലേ? അപ്പൊ അത്ര വലിയ ഉച്ചനീചത്വങ്ങൾ, വേർതിരിവ്, വിവേചനം ഉള്ള ഒരു സമൂഹമാണ്. അവിടേക്ക് ഫിലിപ്പോസ് ചെന്നു. ഈ പീഡ നിമിത്തം ഫിലിപ്പോസ് ചെന്ന് അവിടെ വചനം പ്രസംഗിച്ചു. ക്രിസ്തുവിനെ പ്രസംഗിച്ചപ്പോൾ എന്താ സംഭവിച്ചത്? വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തികളും നടന്നു.
അനേകർ വിശ്വസിച്ചു, അവർ സ്നാനമേറ്റു. സ്നാനമേറ്റു. ഇനി ഞാൻ അതിന് വേറൊരു ഭാഗം പറയാനുണ്ട്. കുറെ കൂടെ അങ്ങോട്ട് കഴിയുമ്പോൾ നമ്മൾ വായിക്കുന്നത് അപ്പോസ്തലപ്രവൃത്തികൾ 10-ാം അധ്യായത്തിലാണ് വായിക്കുന്നത്. കൊർന്നല്യോസിന്റെ അടുക്കലേക്ക് താലിയ പട്ടണത്തില് പട്ടാളത്തില് ശമരിയയിൽ താലിക എന്ന പട്ടാളത്തിൽ കൊർന്നല്യോസ് എന്ന പേരുള്ള ശതാധിപൻ, അവനൊരു വിജാതീയനാണ്, ജെന്റൈലാണ്. ശമരിയക്കാര് പൂർണ്ണമായി ജാതീയരാണ്, എന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷേ യഹൂദൻ അവരുമായിട്ട് യാതൊരു സമ്പർക്കവും ഇല്ല. എന്നാൽ ഈ കൊർന്നല്യോസോ കംപ്ലീറ്റ് ജാതീയനാണ്. ഇതുപോലെ പത്രോസ് പ്രസംഗിച്ച തന്നെ അന്ത്യകാലത്ത് സകല ജനത്തിന് പേരും ആത്മാവിനെ പകരുമെന്ന സകല ജാതികളോടും സുവിശേഷം പ്രസംഗിക്കാനാണ് കർത്താവ് പറഞ്ഞത്. അബ്രഹാമിനോട് പറഞ്ഞത് എന്നാൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടുമെന്ന. ഇന്ന് സുവിശേഷത്തിന്റെ യൂണിവേഴ്സാലിറ്റി, സുവിശേഷത്തിന്റെ ഈ സാർവത്രികത ഇവർക്ക് മനസ്സിലായില്ല. അവരത് അംഗീകരിക്കാൻ എപ്പോഴും വില്ലിങ്ങുമല്ല. അപ്പൊ എന്താ സംഭവിക്കുന്നത്? എന്താ സംഭവിച്ചത്? പരിശുദ്ധാത്മാവ് തന്നെ ഉപയോഗിക്കുക. നിങ്ങൾ നമ്മൾ 10-ാം അധ്യായം വായിക്കുമ്പോൾ ഒരേ ദർശനം തന്നെ പത്രോസിന് പരിശുദ്ധാത്മാവ് 3 വട്ടം കാണിക്കേണ്ടി വന്നു, അല്ലേ? ആകാശത്തിൽ നിറഞ്ഞൊരു ഉൾപ്പെട്ടി. ഇങ്ങനെ പറഞ്ഞ എന്തുവാ? ഞാൻ ശുദ്ധീകരിച്ചതിനെ നീ മലിനമെന്ന്, ദൈവം ശുദ്ധീകരിച്ചതിനെ നീ മലിനമെന്ന് എണ്ണരുത്. അതിന്റെ 3 വട്ടം കഴിയപ്പോഴാ എന്തെല്ലാം എക്സ്ക്യൂസുകളാ പത്രോസ് പറയുന്നത്. ആ കഴിഞ്ഞപ്പോഴാണ് പത്രോസ് അവിടേക്ക് പോകാൻ തയ്യാറായത്. ഇനി ചെന്നിട്ട് നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചോളൂ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാമല്ലോ. ഇപ്പൊ ഈ കൊർന്നല്യോസിന്റെ വീട്ടിൽ ചെന്നിട്ട് പറയുന്നത് എന്താ? പറയുന്നത് വാക്കുകൾ നിങ്ങൾക്ക് 28-ാം വാക്യത്തിൽ കാണാൻ കഴിയും, അല്ലേ? എന്താ? അന്യജാതിക്കാരന്റെ അടുക്കൽ ചെല്ലുന്നതും അവരുമായി പെരുമാറ്റം ചെയ്യുന്നതും യഹൂദന് നിഷിദ്ധം എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. ഈ കൊർന്നല്യോസിന്റെ വീട്ടിൽ ചെന്ന് പുള്ളിയുടെ മുഖം നോക്കി പറയാ, നമ്മൾ വലുതായിരുന്നു എന്താ പറഞ്ഞത്? ഗെറ്റ് ഔട്ട് എന്ന് പറഞ്ഞത്. പക്ഷേ അടുത്ത വാചകം എന്താ പറയുന്നത്? എങ്കിലും ഒരു മനുഷ്യനെയും മലിനനോ അശുദ്ധനോ എന്ന് പറയരുതെന്ന് ദൈവം എനിക്ക് കാണിച്ചു തന്നിരിക്കുന്നു. അപ്പം നോക്കിക്ക്, ശബരിമലയുമായിട്ടുള്ള ആ ബാരിയർ പരിശുദ്ധാത്മാവ് തീർത്തു. ഇപ്പോൾ ജാതികളുമായിട്ട് ആ ബാരിയർ. പക്ഷെ പത്രോസിനെ നന്നായിട്ട് അറിയാമായിരുന്നു. ആത്മാവൊക്കെ നടത്തിയതാ, ദർശനമൊക്കെ കിട്ടിയതാ. പക്ഷെ തിരിച്ച് എരിശിലേമിൽ ചെല്ലുമ്പോൾ വിവരം മാറി അറിയും. മനസ്സിലായില്ലേ? അവിടെ എല്ലാവരും ആത്മാവൊക്കെ പ്രാപിച്ചതാ. അതുകൊണ്ട് 6 പേരെ കൂടെ കൂട്ടി അങ്ങനെ പത്രോസ് അവിടേക്ക് പോകുന്നത്. അവിടെ ചെന്ന് പത്രോസ് സംസാരിക്കുവാൻ തുടങ്ങിയപ്പോൾ, അല്ലെ? എനിക്ക് 34-ാം വാക്യം. അപ്പോൾ പത്രോസ് വായി തുറന്ന് പറഞ്ഞു തുടങ്ങിയത്. അങ്ങനെ തുടങ്ങിയപ്പോൾ നമ്മൾ വായിക്കുന്നത് എന്താ? 11-ാം അധ്യായത്തിലുണ്ട്. പത്രോസ് ഈ വാക്കുകളെ പറഞ്ഞു തുടങ്ങിയപ്പോഴേക്കും പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നു എന്ന് നമ്മൾ 11-ാം അധ്യായത്തിൽ വായിക്കുന്നു. 10-ാം അധ്യായത്തിൽ ഈ വാക്കുകളെ പത്രോസ് പ്രസ്താവിക്കുമ്പോൾ തന്നെ വചനം കേട്ട എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നു. 11-ാം അധ്യായത്തിൽ 15-ാം വാക്യത്തിലുണ്ട്, ഞാൻ സംസാരിച്ച് തുടങ്ങിയപ്പോഴേക്കും പരിശുദ്ധാത്മാവ് ആദിയിൽ നമ്മുടെ മേൽ എന്ന പോലെ അവരുടെ മേലും വന്നു. ചിലർ പറയാറുണ്ട് സ്നാനപ്പെടുന്നതിന് മുമ്പ് അവർ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചു വന്നു. കറക്റ്റ്. സ്നാനപ്പെടുന്നതിന് മുമ്പ് പരിശുദ്ധാത്മാവ് പ്രാപിക്കത്തില്ല, പ്രാപിക്കാം, ഒരു തെറ്റുമില്ല. പക്ഷെ എന്തിനാ ഇവിടെ പരിഹാരം ചെയ്യുന്നത്? സ്നാനമേറ്റതിന് ശേഷം മാത്രമേ പരിശുദ്ധ, കാരണം 2-ാം അധ്യായത്തിൽ അങ്ങനെയല്ലേ വായിക്കുന്നത്. പത്രോസിനോട് ചോദിക്കുക, ഞങ്ങൾ എന്ത് ചെയ്യേണ്ടു എന്ന് ചോദിക്കുമ്പോൾ ഓരോരുത്തർ തങ്ങളുടെ പാപങ്ങൾ മാഞ്ഞു കിട്ടുന്നതിന് മാനസാന്തരപ്പെട്ട് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ, എന്നാൽ പരിശുദ്ധാത്മാവ് ദാനം നിങ്ങൾക്ക് ലഭിക്കുമെന്ന് പറഞ്ഞു. അവരെല്ലാവരും സ്നാനം ഏറ്റു. അപ്പോഴവർക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടി. പക്ഷെ ഇവിടെയോ പത്രോസ് പ്രസംഗിച്ച് ഈ വാക്കുകളെ പ്രസ്താവിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ 10-ാം അധ്യായത്തിൽ പറയുന്നു, 11-ാം അധ്യായത്തിൽ ഞാൻ പറഞ്ഞ്
തുടങ്ങിയപ്പോഴേക്കും ഇൻട്രഡക്ഷൻ പോലും തീർന്നില്ല. അതിന്റെ കാരണം എന്നാ? അല്ലെങ്കിൽ ഈ പത്രോസ് ഉണ്ടല്ലോ, ഈ ജന്മത്തിൽ അവർക്ക് സ്നാനം കൊടുക്കത്തില്ല. ഞാൻ എന്നോട് പ്രാർത്ഥിക്കട്ടെ, ഒരു ദർശനമൊക്കെ കിട്ടട്ടെ എന്ന് പറയും. കാരണം എന്നാ? ഒരു ജാതികളാണ്. അത് എനിക്ക് അറിയണമെങ്കിൽ പതിനഞ്ചാം വായിക്കണം. അവിടെ ചെല്ലുമ്പോൾ ഭയങ്കര തർക്കം ഉണ്ടാവുന്നത്. അപ്പൊ പത്രോസ് പറയുന്നല്ല, ആദിയിൽ ഈ 11ാം അധ്യായത്തിലുണ്ട്, നമ്മുടെ മേൽ വന്നതുപോലെ തന്നെ പരിശുദ്ധാത്മാവ് അവരുടെ പേരും വന്നു. നമ്മൾ അന്യഭാഷകളിൽ സംസാരിച്ചതുപോലെ തന്നെ അവര് സംസാരിച്ചു. നമ്മൾ പരിശുദ്ധാത്മാവ് കൊണ്ട് നമ്മൾക്ക് സ്നാനം ലഭിച്ചതുപോലെ തന്നെ അവർക്കും കിട്ടി. അപ്പോൾ ഞാൻ കർത്താവിന്റെ വാക്കുകൾ ഓർത്തു. അപ്പൊ ഞാൻ എന്നാ ചിന്തിച്ചു? പരിശുദ്ധാത്മാവിനെ ദൈവം വിലക്കിയില്ല, അപ്പൊ പിന്നെ എനിക്ക് വെള്ളം വിലക്കാൻ പറ്റുമോ? മനസ്സിലായോ? പരിശുദ്ധാത്മാവിനെ ദൈവം വിലക്കിയില്ല, അപ്പൊ പിന്നെ എനിക്ക് വെള്ളം വിലക്കാൻ പറ്റുമോ? പക്ഷേ യെരുശലേമിലെ സഭയുടെ പ്രത്യേകത എന്താണെന്നറിയാമോ? ഈ ദൈവപ്രവൃത്തി കൃത്യമായി വിവരിച്ചു കഴിഞ്ഞപ്പോൾ എതിർപ്പുകാരെല്ലാം മൗനമായി. അവർ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ജാതികളുടെ മേലും ജീവപ്രാപ്തിക്കായി ജാതികൾക്കും മാനസാന്തരം നൽകിയല്ലോ എന്ന് പറഞ്ഞ് ദൈവത്തെ അവർ മഹത്വപ്പെടുത്തി. അതാ പരിശുദ്ധാത്മാവിന്റെ. അപ്പം ഈ അധ്യായങ്ങൾ, പ്രത്യേകിച്ച് ഈ 6ാം അധ്യായം മുതൽ സ്തെഫാനോസിന്റെ മരണം, 7ാം അധ്യായം സ്തെഫാനോസിന്റെ മരണം, 6ാം അധ്യായത്തിൽ ഈ ഫിലിപ്പോസും സ്തെഫാനോസും ഉൾപ്പെടെയുള്ളവരുടെ നിയോഗം, അതിനുശേഷം 8ാം അധ്യായം മുതൽ ഉള്ള സംഭവം വായിക്കുമ്പോൾ ഹോളി സ്പിരിറ്റിന്റെ മറ്റൊരു മിനിസ്ട്രി നമ്മൾ കാണുക. എന്താണ് ആ മിനിസ്ട്രി? യഹൂദനും ജാതിയും തമ്മിലുള്ള ആ വേർതിരിവ് ഇല്ലാതാക്കി. യഹൂദനും ജാതിയും മാത്രം എന്ന് പറഞ്ഞാൽ മനുഷ്യര് തമ്മിലുള്ള സ്പർദ്ധ, മനുഷ്യര് തമ്മിലുള്ള വൈരാഗ്യങ്ങൾ, മനുഷ്യർ തമ്മിലുള്ള ഉച്ചനീചത്വങ്ങള്, വിഭാഗീയതകള് പരിശുദ്ധാത്മാവ് ഇല്ലാതാക്കുക. നമ്മൾ പഠിക്കാൻ പോകുന്നതാ. ഫെസലേഹനം എടുത്ത് പറഞ്ഞ ഇന്ന് രാത്രിയിലൊക്കെ നിർത്തിക്കോളാം. ഫെസലേഹനത്തിൽ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണെന്നറിയാം? 14ാം വാക്യത്തില് അവൻ നമ്മുടെ സമാധാനം, അവൻ ഇരുപക്ഷത്തെയും ഒന്നാക്കി ചട്ടങ്ങളും കൽപ്പനകളുമായ ന്യായപ്രമാണം എന്ന ശത്രുത്വം തന്റെ ജഡത്താൽ നീക്കി വേർപാടിന് നടിച്ചുവർ ഇടിച്ചു കളഞ്ഞ് സമാധാനം ഉണ്ടാക്കിക്കൊണ്ട് ഇരുപക്ഷത്തെയും തന്നിൽ ഒരു പുതു മനുഷ്യനാക്കി സൃഷ്ടിപ്പാനും ക്രൂശിന്മേൽ വെച്ച് ശത്രുതമില്ലാതാക്കി. അതിനാൽ ഇരുപക്ഷത്തെയും ഏക ശരീരത്തിൽ ദൈവത്തോട് നിരപ്പിപ്പാനും തന്നെ. വീണ്ടും 17ാം വാക്യം, അവൻ ദൂരത്തായിരുന്നു നിങ്ങൾക്ക് സമാധാനം ജാതികളായി, സമീപത്തുള്ളവർക്ക് സമാധാനം കൊടുത്തു. അവൻ മുഖാന്തരം നമുക്ക് ഇരുപക്ഷക്കാർക്കും ഏകാത്മാവിനാൽ പിതാവിങ്കിലേക്ക്. So that is the next ministry the Holy Spirit is doing in Acts. അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകത്തില് പരിശുദ്ധാത്മാവ് ചെയ്യുന്ന അടുത്ത മിനിസ്ട്രി എന്താ? മനുഷ്യരെ തമ്മിലുള്ള സ്പർദ്ധകൾ, മനുഷ്യർ തമ്മിലുള്ള വിഭാഗീയതകൾ, ജാതി വ്യത്യാസങ്ങൾ, ഉയർന്നവനും താഴ്ന്നവനും, ഉള്ളവനും ഇല്ലാത്തവനും, കറുത്തവനും വെളുത്തവനും, കുലീനനും കുലഹീനനും. ഒന്നാലേഖനത്തിന്റെ ആദ്യത്തെ അധ്യായത്തിൽ പറയുന്നത് പോലെ മനുഷ്യനെ ഏതെല്ലാം നിലയിൽ ഡിവൈഡ് ചെയ്തു. ആ ഡിവിഷനൊക്കെ അപ്പോസ്തലന്മാരല്ല തീർക്കുന്നത്, പരിശുദ്ധാത്മാവ് തീർക്കുക. അപ്പൊ ഒരു കാര്യമുണ്ട്, വാസ്തവത്തിൽ ഒരു സഭയിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചാൽ സംഭവിക്കുന്ന എന്താ? ഇതാ സംഭവിക്കുന്നത്. എന്താ? ഈ വ്യത്യാസങ്ങളൊക്കെ മറന്ന് അല്ലെങ്കിൽ അതിനെ അതിജീവിച്ച് അതിനെ ഓവർകം ചെയ്ത് ദൈവസഭ മുമ്പോട്ട് പോകും. അത് തന്നെ പഴയ കാലത്തുണ്ടായിരുന്നതും ഉണർവിന്റെ കാലങ്ങളിലെല്ലാം അങ്ങനെ ഉണ്ടായി. പെന്തക്കോസ്തിന്റെ ആരംഭം നമുക്കറിയാം. അസൂസ സ്ട്രീറ്റിൽ നിന്ന് വില്യം ജെ സൈമോർ എന്ന് പറയുന്ന ഒരു കറുത്ത വർഗ്ഗക്കാരനിൽ നിന്നാണ് അത് ആരംഭിച്ചത്. കറുത്ത വർഗ്ഗക്കാരൻ എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് പറഞ്ഞു പോകാം. അദ്ദേഹം അവിടെയുള്ള ഒരു ബൈബിൾ സ്കൂളിൽ വില്യം ജെ പ്രഹാം എന്ന് പറയുന്നൊരു മനുഷ്യൻ ആണെന്ന് തോന്നുന്നു. അദ്ദേഹത്തിന്റെ ബൈബിൾ സ്കൂളിലെ ഒരു വിദ്യാർത്ഥിയായിരുന്നു. അപ്പൊ ആ ബൈബിൾ സ്കൂളിലെ കുട്ടികളൊക്കെ വെള്ളക്കാരാണ്.
ഈ മനുഷ്യനെ, ഈ സൈബർ എന്ന് പറഞ്ഞ കറുത്ത വർഗ്ഗക്കാരനെ മറ്റ് വെള്ളക്കാരായ കുട്ടികളുടെ കൂട്ടത്തിൽ ഇരുത്തത്തില്ല. ബൈബിൾ ക്ലാസ് സ്കൂളിൻ്റെ ആ ക്ലാസ്സിൻ്റെ വാതിക്കൽ അവിടെ മാറ്റി പുള്ളി ഇരുത്തിയേക്കാണ്. ക്ലാസ് കഴിഞ്ഞാൽ ഉടനെ പുള്ളി അവിടെ നിന്ന് പോകും. എന്നിട്ട് പിന്നെ ബാക്കി പിള്ളേർ വെളിയിലോട്ട് പോകത്തുള്ളൂ. ഒരു കോണ്ടാക്റ്റും ഇല്ല. അപ്പോൾ ഓർക്കണം, ആ മനുഷ്യന് എത്ര മറ്റേ വില കൊടുത്താൽ അതിനും പഠിച്ചതെന്ന്. പക്ഷേ 1901 ഇന്ന് ലോകം മുഴുവൻ വ്യാപിച്ച പെന്തക്കോസ്ത് പ്രസ്ഥാനങ്ങളിൽ പകർന്ന പരിശുദ്ധാത്മാവിനെ ആ ശക്തി ആദ്യം തിരിച്ചറിയുകയും അദ്ദേഹത്തിൻ്റെ മീറ്റിങ്ങിലാണ് ആഗ്നസ് ഓസ്മാൻ എന്ന് പറയുന്ന പെൺകുട്ടി അന്യഭാഷ പറയുന്നതും അദ്ദേഹമാണ് പെന്തക്കോസ്തിൻ്റെ ദീപശിഖ അമേരിക്കയിൽ മുഴുവൻ കത്തിച്ചത്. അതോടെ അമേരിക്കയിലെ കറമ്പനും വെളുമ്പനും തമ്മിലുള്ള വ്യത്യാസം ഇല്ലതായി. അതിനൊക്കെ മുമ്പേ എബ്രഹാം ലിങ്കന്റെ കാലത്തെ അടിമക്കച്ചവടമൊക്കെ നിർത്തിയിലാക്കിയെന്നൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട്. പക്ഷേ സിവിൽ വാർ ആയിരുന്നു അവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം, ആഭ്യന്തര കലഹം. അതിൻ്റെ ഒരു പ്രധാന കാരണം ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് തമ്മിലുള്ള വ്യത്യാസമായിരുന്നു. അവിടെ ബാപ്റ്റിസ്റ്റ് ചർച്ചുകൾ ഉണ്ടായിരുന്നു, ആംഗ്ലിക്കൻ ചർച്ചുകൾ ഉണ്ടായിരുന്നു, ഇവാഞ്ചലിക്കൽ ചർച്ചുകൾ ഉണ്ടായിരുന്നു. മറ്റ് ക്രിസ്ത്യൻ്റെ കൺട്രിയാണല്ലോ, ഇന്നത്തെക്കാൾ ആത്മീയതയുള്ള കാലമാണ്. പക്ഷേ ഈ മനുഷ്യനിൽ നിന്ന് ആരംഭിച്ച പരിശുദ്ധാത്മ പ്രവർത്തനങ്ങൾ അത് മനുഷ്യരുമായിട്ട് ഒന്നിപ്പിച്ചു. അമേരിക്കയുടെ ചരിത്രം മാറി. ഇന്ന് നമ്മൾ കാണുന്ന നമ്മുടെ എല്ലാം സ്വപ്നത്തിലെ വാഗ്ദത്ത ഭൂമിയായ അമേരിക്ക തീർന്നത് ഈ മനുഷ്യനിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചതാണ്. അവിടെ കൊണ്ട് ഒതുങ്ങിയോ? ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലേക്ക് പകർന്നു, യൂറോപ്പിലേക്ക് പോയി, ഇന്ത്യയിലേക്ക് വന്നു. ഇന്ന് ലോകത്തിൽ മില്യൺസ് ആൻഡ് മില്യൺസ് ഓഫ് പെന്തക്കോസ്റ്റൽസ് ആണ് പരിശുദ്ധാത്മ. ഇപ്പൊ എവിടെ നിന്ന് ആരംഭിച്ചത്? ഞാൻ 2 കാര്യം പറഞ്ഞത് ചേർത്ത് വെച്ചു. ഒന്ന്, ഏറ്റവും സാധാരണക്കാരനായ ഒരാൾ. 2, സമൂഹം മാർജിനലൈസ് ചെയ്ത പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരാൾ. ഈ 2 കാര്യങ്ങളുടെ പരിശുദ്ധാത്മാവിന്റെ മിനിസ്ട്രി ഓർത്തിരിക്കണം. ഒന്ന്, ഞാൻ ഇന്ന് രാത്രി പറഞ്ഞത്, കഴിഞ്ഞ ദിവസം പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ഏത് സാധാരണക്കാരെയും പരിശുദ്ധാത്മാവിന് ജീവിക്കാൻ പറ്റും. 2, പരിശുദ്ധാത്മാവ് ഒരിടത്ത് പ്രവർത്തിച്ചാൽ ആത്മനിറവുള്ള സഭയാണോ എന്ന് തിരിച്ചറിയുന്നത് എങ്ങനെയാണ്? മനുഷ്യനോട്, ഒരാൾ മറ്റൊരു വിശ്വാസിയോട് എങ്ങനെ ഇടപെടുന്നു എന്നുള്ളതാണ്. ഇത് 2 ഇല്ലെങ്കിൽ അവിടെ എന്തോ അന്യഭാഷ ഉണ്ടെങ്കിലും എന്തോ ബഹളം ഉണ്ടെങ്കിലും അതൊക്കെ ജഡത്തിൻ്റെ പ്രകടനമൊന്നല്ലാതെ പരിശുദ്ധാത്മാവിന് യാതൊരു റോള് വരുന്നില്ല. കാരണം ഇതാ വചനം പറയുന്നത്. ഇതേ വേദഭാഗങ്ങൾ തന്നെ അടിസ്ഥാനമാക്കി കർത്താവ് ഒരു വലുതാവശ്യം അടുത്ത ആഴ്ച ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, നമ്മൾ വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്. രക്ഷിക്കപ്പെടുന്ന സമയത്തല്ല പരിശുദ്ധാത്മ നിറവ് പ്രാപിക്കുന്നത്, അതൊരു സബ്സിക്വന്റ് ഇവൻ്റാണ്. നോട്ട് എ സൈമിൾട്ടേനിയസ് ഇവന്റ്, ഇറ്റ്സ് എ സബ്സിക്വന്റ് ഇവന്റ്. എന്ന് പറഞ്ഞാൽ എന്താ, ബ്രദറൻ ചിന്തകളുമായിട്ട് നമുക്കുള്ള വ്യത്യാസം, നമ്മുടെ പെന്തക്കോസ്തൽ പഠിപ്പിക്കലിൻ്റെ വ്യത്യാസം. അവർ പറയുന്നു രക്ഷിക്കപ്പെടുന്ന സമയത്ത് തന്നെ പരിശുദ്ധാത്മ നിറവും കൂടെ പ്രാപിക്കുന്നു. നമ്മളെന്ത് പറയുന്നു? രക്ഷിക്കപ്പെടുന്ന സമയത്തല്ല, പരിശുദ്ധാത്മ നിറവ് അല്ലെങ്കിൽ പരിശുദ്ധാത്മാഭിഷേകം, ആത്മനിറവെന്ന് പറയുന്നത് മറ്റൊരു അനുഭവമാണ്. ഈ പുസ്തക പ്രവർത്തികളുടെ പുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആ സബ്ജക്റ്റിനെ നമുക്ക് കർത്താവനുവദിച്ചാൽ അടുത്ത ആഴ്ച ഇങ്ങനെ സംസാരിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കഴിയുമെങ്കിൽ